നമസ്കാരം, ഞാൻ ബൈജുവൻ നായർ. നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. വളരെ സന്തോഷമുള്ള ഒരു ദിവസമാണിന്ന്. കാരണം വളരെ കാലമായി നമ്മൾ യൂട്യൂബിൽ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു കുടുംബത്തെ നേരിട്ട് കാണാൻ പോവുകയാണ്. പുത്തേട്ട് ട്രാവൽ വ്ളോഗ്സ് എന്ന പേരിൽ നിങ്ങളൊക്കെ കണ്ടിട്ടുണ്ടാവും. 2-3 യുവതികൾ ഇന്ത്യ മുഴുവൻ വാഹനം ഓടിച്ച് രസിക്കുന്ന കഥയാണിത്. വാഹനം എന്ന് പറയുമ്പോൾ ചെറിയ വാഹനമൊന്നുമല്ല, ട്രക്കുകളാണ് അവർ ഓടിക്കുന്നത്. വലിയ SUVകളോ വലിയ ബൈക്കുകളോ പോലും സ്ത്രീകൾക്ക് പറ്റിയ വാഹനങ്ങളല്ല എന്ന് ഇക്കാലത്ത് പോലും കരുതപ്പെടുന്നുണ്ട്. അങ്ങനെയുള്ള ഈ ഒരു കാലത്ത് ഇന്ത്യ മുഴുവൻ വലിയ ട്രക്ക് ഓടിച്ച് അത് സാധനങ്ങൾ കയറ്റി അവിടെ ഇറക്കി അങ്ങനെയൊക്കെ കാര്യമായ രീതിയിൽ കഷ്ടപ്പാട് വേണ്ട കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന വലിയ പ്രായമൊന്നുമില്ലാത്ത 2-3 സ്ത്രീകളാണ് ആ ഒരു വീട്ടിലുള്ള സ്ത്രീകൾ പോലും വിളിക്കാനല്ല. ദേവിയൊക്കെ ഇപ്പോഴും കുട്ടിയാണ് എന്ന് തന്നെയാണ് പറയാം. അപ്പോൾ ദേവിക, സൂര്യ, ജലജ അങ്ങനെയൊക്കെയുള്ളവർ അവിടെ ഉണ്ട്. കൂടാതെ ഇതിനെല്ലാം പിൻബലം നൽകുന്ന പുരുഷന്മാരും ആ വീട്ടിലുണ്ട്, രതീഷ്, രാജേഷ് തുടങ്ങിയവരൊക്കെ. അപ്പോൾ എല്ലാവരെയും കാണാൻ വേണ്ടി നമ്മൾ പോവുകയാണ്. അപ്പോൾ തീർച്ചയായിട്ടും വലിയ വെല്ലുവിളി നേരിടുന്ന ഒരു സംഭവം തന്നെയായിരിക്കും ഇന്ത്യ മുഴുവൻ ട്രക്ക് ഓടിച്ച് പോവുക എന്നുള്ള കാര്യം. അപ്പോൾ എങ്ങനെയാണ് ഇവർ ഇതിനെയൊക്കെ നേരിടുന്നത്, അതുപോലെ തന്നെ എങ്ങനെയാണ് ഇന്ത്യയിലെ റോഡുകൾ, എത്രത്തോളം സുരക്ഷിതമാണ് സ്ത്രീകൾക്ക് അത്തരം കാര്യങ്ങൾ, അങ്ങനെയുള്ള പല കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കാൻ വേണ്ടി നമ്മൾ അവിടേക്ക് എത്തുകയാണ്. ഇതിപ്പോൾ ഏറ്റുമാനൂരാണ് ഞാനിപ്പോൾ ഉള്ളത്. രതീഷ് ഇന്നലെ എനിക്ക് ലൊക്കേഷനൊക്കെ അയച്ചു തന്നിട്ടുണ്ട്. അപ്പോൾ ഇനി എത്ര ദൂരം ഉണ്ടെന്ന് നോക്കട്ടെ. തൊട്ടടുത്ത് എത്താറായിട്ടുണ്ടാകണം. ഇനി 3.1 കിലോമീറ്ററേ ഉള്ളൂ. ഏറ്റുമാനൂർ ടെമ്പിൾ റോഡ് എന്നൊക്കെ പറയുന്നുണ്ട്. നമ്മളിവിടുന്ന് നേരെ ഇപ്പോൾ നമ്മൾ ഏറ്റുമാനൂർ അമ്പലത്തിൻ്റെ ബാക്കിലാണ് എത്തിയിരിക്കുന്നത്. ഇവിടെ ഇപ്പോൾ അയ്യപ്പന്മാരുടെ തിരക്കാണ് കേട്ടോ. അമ്പലത്തിൻ്റെ പിൻഭാഗമാണ് ഇതാ ഇവിടെ കാണുന്നത്. അമ്പലത്തിൻ്റെ പിൻഭാഗമാണ് ഇതാ. ഇതുവഴിയും നമുക്ക് അമ്പലത്തിൽ കയറാൻ വലിയ തിരക്കില്ലാതെ കയറാൻ സ്ഥലമുണ്ട്. എൻ്റെ അച്ഛൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട അമ്പലമായിരുന്നു ഏറ്റുമാനൂർ അമ്പലം. അപ്പോൾ നമ്മളിപ്പോൾ നേരെ ഏറ്റുമാനൂർ ബൈപ്പാസിലേക്ക് കിടക്കുന്നു. അങ്ങനെ പുത്തേട്ട് വീട്ടിലേക്ക് ഒരു 6 മിനിറ്റിൽ എത്തും. അപ്പോൾ ഇനി ബാക്കി വിശേഷങ്ങൾ നമുക്ക് അവിടെ ചെന്നിട്ട് കാണാം. അപ്പോൾ നമ്മൾ രതീഷ് എന്ന ലൊക്കേഷൻ അനുസരിച്ച് പുത്തേട്ട് വീട്ടിലേക്ക് കയറുകയാണ്. ഇവിടെ ട്രക്കൊന്നും കാണാനില്ലല്ലോ. ഞാൻ വിചാരിച്ചു ഇവിടെ ഒരെണ്ണം ഉണ്ടാകുമെന്ന്. അങ്ങനെ ഒരെണ്ണം കാണുന്നില്ല. എന്തായാലും ആരെ വെളിയിലൊന്നും കാണുന്നില്ല. നമുക്ക് വണ്ടിയിൽ നിർത്തി അകത്തേക്ക് പ്രവേശിക്കാം. ഒരു വലിയ വണ്ടി ഇവിടെ ഇരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ വണ്ടി ഇവിടെ ഇല്ലായിരുന്നു, ട്രക്ക്. ഇപ്പോൾ നമുക്കൊന്ന് ഷൂട്ട് ചെയ്യാൻ വേണ്ടി ഒരു ട്രക്കിൻ്റെ ബാക്ക്ഗ്രൗണ്ട് വേണമല്ലോ. അപ്പോൾ അത് എടുക്കുകയാണ്. ഇങ്ങോട്ട് കയറ്റാൻ വളരെ ബുദ്ധിമുട്ടാണ്. ഇവിടെ ശരിക്കും നൂല് പിടിച്ച പോലെയാണ് വരുന്നത്. രാജേഷാണ് ഓടിച്ചുകൊണ്ട് വരുന്നത്. ഞാൻ പറയായിരുന്നേ, ഇത് ഡ്രൈവിംഗ് ടെസ്റ്റിനൊക്കെ പറ്റിയ സ്ഥലമാണ്. ഇത് കയറ്റിയിട്ടാൽ ലൈസൻസ് കൊടുക്കാം. ഇത്രയും വലിയൊരു അപ്പോൾ ഇതാണ് ഇവിടുത്തെ സ്ത്രീജനങ്ങളുടെ വാഹനം എന്ന് പറയുന്നത്. ഇതിലാണ് ജലജയും സൂര്യയും ദേവികയും എല്ലാം ഓൾ ഇന്ത്യ ഒക്കെ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അത് അവർ മറ്റാർക്കും വിട്ടുകൊടുക്കാതെ വെച്ചിരിക്കുന്ന വണ്ടിയാണ്. അതിൻ്റെ ബാക്കിൽ നമ്മൾ അധികം കാണാത്തൊരു ബാഡ്ജിങ് ഉണ്ട്. അത് ഷീ ട്രക്ക് എന്നുള്ളതാണ്. കണ്ടോ, ഷീ ട്രക്ക്. അപ്പോൾ മനസ്സിലായല്ലോ, ഇത് മറ്റാർക്കും വിട്ടുകൊടുക്കില്ല എന്ന് മനസ്സിലായല്ലോ. ഷീ ട്രക്ക് എന്ന് തന്നെ അങ്ങ് എഴുതി വെച്ചിട്ടുണ്ട്. ഇനിയിപ്പം വേറെ ആരും ചോദിച്ച് വരരുത്. അതുപോലെ പുത്തേട്ട് ട്രാവൽ വ്ളോഗ് എന്നുള്ളൊരു ബാഡ്ജിങ്ങും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ കഥയിലെ പ്രധാന താരം ഇവിടെ എത്തിയിരിക്കുകയാണ്. ബാക്കി വിശേഷങ്ങളൊക്കെ നമുക്കിനി ഈ കുടുംബത്തോട് ചോദിച്ച് മനസ്സിലാക്കാം. ഇപ്പം നമ്മൾ ജലജ വണ്ടി ഓടിക്കുന്നതല്ലേ കണ്ടിട്ടുള്ളൂ. ഫുഡ് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്നുള്ളതാണ് ഇപ്പോൾ നമ്മൾ നോക്കാൻ പോകുന്നത്. ഉണ്ടാക്കി വെച്ചിരിക്കുകയാണ് കേട്ടോ. അപ്പം ഉണ്ട്, ചപ്പാത്തി ഉണ്ട്. അപ്പോൾ പുത്തേട്ട് വീട്ടിലെ ബ്രേക്ക്ഫാസ്റ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം അല്ലേ. എപ്പോഴും നമ്മൾ വീഡിയോ കാണുന്ന ആൾക്കാർ ഇങ്ങനെ ഓരോരുത്തരായിട്ട് ഈ നാടകത്തിലൊക്കെ വരില്ലേ, നമ്മുടെ തിരശ്ശീല മാറ്റി ഓരോരോ കഥാപാത്രങ്ങൾ തോന്നില്ല, ഓരോരുത്തരെ കാണുമ്പോഴാണ് എല്ലാവരും നമ്മൾ കണ്ടുപരിചയമാണല്ലോ. അതുകൊണ്ട് യാതൊരു അപരിചിതത്വം ഈ വീട്ടിൽ വരുമ്പോൾ ഇല്ല. നമ്മുടെ സ്വന്തം വീട് എന്ന് തോന്നുന്ന രീതിയിൽ ഉള്ളൊരു ബന്ധം എല്ലാവരുമായിട്ട് നമുക്ക് തോന്നും.
അപ്പോൾ നമ്മൾ ഭേഷമായിട്ട് ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചിട്ട് നമ്മൾ സ്ഥിരം ചെയ്യുന്ന ഇൻ്റർവ്യൂ പോലെ ഒന്നല്ല. ഇവരുടെ കാര്യത്തിൽ അങ്ങനെയൊന്നും ഇൻ്റർവ്യൂ ചെയ്യേണ്ട കാര്യമില്ല. കാരണം ഇവരുടെ ഇൻ്റർവ്യൂ ഇഷ്ടം പോലെ വന്നിട്ടുണ്ട്. അപ്പോൾ എനിക്ക് എൻ്റേതായ ചില ചോദ്യങ്ങൾ ചോദിക്കാനുണ്ട്. അപ്പോൾ നേരത്തെ രതീഷ് പറയായിരുന്നു, സാധാരണ വരുന്ന ഇൻ്റർവ്യൂസിനെ പോലെ ഞാനൊരു ഭീകരനാണ്, ശ്രദ്ധിച്ചോണം എന്നൊക്കെ മുന്നറിയിപ്പ് കൊടുത്തിട്ടുണ്ട് ജലജയ്ക്ക് ഇപ്പം തന്നെ, അല്ലേ? എല്ലാവരും. അതാണ് ഇവിടെ എല്ലാവർക്കും ഒരു മുഖത്തൊരു പരിഭ്രാന്തിയുണ്ട്. അപ്പോൾ നമുക്ക് ഇവിടെ കണ്ടൊരു ഗംഭീര സ്ഥാനത്തിലേക്ക് വരാം. അതായത് എന്താ പറയുക, ഒറിജിനൽ ലോറി തോറ്റു പോകുന്ന രീതിയിൽ നിർമ്മിച്ചിരിക്കുന്ന ലോറി. ആരും ഗിഫ്റ്റ് തന്നായിരിക്കും അല്ലേ? ഒരാള് ഉണ്ടായിരുന്നു, ഇപ്പം ആളായിരുന്നു ഞാനിപ്പോൾ ശരിക്കും ഓർക്കുന്നില്ല. അല്ലേ, ആ എരുമേലി സൈഡിലുള്ള ഒരാൾ ഒരു പയ്യൻ ഉണ്ടാക്കി തന്നെ ആണല്ലേ? നല്ല രസമായിട്ടുണ്ട്. എരുമേലി പമ്പാവല്ലിയോടോ. ഓഹോ, ഇത് അശോക് ലൈലാൻഡ് ആണല്ലോ. നമുക്ക് ഇപ്പോൾ ലൈലാൻഡ് ഉണ്ടോ? ഇല്ല, നേരത്തെ ഉണ്ടായിരുന്നു വണ്ടി. ഇപ്പോൾ ഭാരത് ബെൻസേ ഉള്ളൂ. അതുപോലെ ഞാൻ മറ്റൊരു ശ്രദ്ധിച്ച കാര്യം വെച്ചാൽ, നമ്മൾ സാധാരണ വീടുകളൊക്കെ ചെല്ലുമ്പോൾ അവിടെ എല്ലാം നമ്മുടെയൊക്കെ ഫോട്ടോസ് കാണും. ഇവിടെ അതാ ലോറിയുടെ ഫോട്ടോയും വെച്ചിട്ടുണ്ട്, ഉണ്ടോ? അത് ഈ വീട്ടുകാരെന്ന് പറയുന്നത് ലോറിയുടെ ആൾക്കാരാണ് എന്ന് നമുക്ക് ബോധ്യപ്പെടുന്ന രീതിയിൽ അതും വെച്ചിട്ടുണ്ട്. അതെ, മറ്റ് ജനങ്ങളൊക്കെ ഉണ്ട്, പക്ഷേ എങ്കിലും അത്രയധികം സ്നേഹിക്കപ്പെടുന്ന ഒരു വാഹനമാണ് ഈ വീട്ടിലെ ലോറി. അപ്പോൾ ഞാൻ നേരത്തെ രതീഷോട് ചോദിക്കാം, ഇത്രയൊക്കെ ട്രക്കൊക്കെ വാങ്ങിച്ചു കഴിഞ്ഞപ്പോൾ ഒരു ബസ് വാങ്ങിക്കാൻ തോന്നില്ല, ബസ് വാങ്ങിക്കാൻ തോന്നിയിട്ടില്ല. പൂർണ്ണമായും മനസ്സ് ലോറിയിലാണ്, അല്ലേ ജലജ? ജലജയ്ക്ക് മൈക്ക് കൊടുക്ക്, നമ്മുടെ ആൾ മെയിൻ ആളെത്തി. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും സുപരിതരായ എല്ലാവരും ഒരുമിച്ച് അങ്ങോട്ട് നിർത്തിയിട്ടുണ്ട്. അപ്പോൾ പുത്തേറ്റ് ട്രാവൽ വ്ലോഗിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അല്ല, ബൈജു നായർ എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അതിലൊരാൾക്ക് മാത്രം ചെറിയ പനിയുണ്ട്. മോളെ വാ, അതെ, നമ്മുടെ കുഞ്ഞിക്കിളി എന്ന ഏറ്റവും കൂടുതൽ ഫാൻസുള്ള ആളാണ് കേട്ടോ. നമുക്ക് ചെറിയൊരു പനിയുണ്ട്, ബാക്കി എല്ലാവരും ഉഷാറായിട്ട് നിൽക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് കുറച്ച് കഥയൊക്കെ പറയാം, അല്ലേ? വാ, നമുക്ക് നടക്കാം. നമുക്ക് ആദ്യം പ്രധാന താരം എവിടെയാണല്ലോ കിടക്കുന്നത്, നമ്മുടെ ട്രക്ക്. ഇതാണ് ഇവർ ഈ സ്ത്രീജനങ്ങൾ ആർക്കും വിട്ടുകൊടുക്കാതെ വെച്ചിരിക്കുന്ന ഈ വണ്ടി. ഇതാണ് ഇവർ സ്ഥിരമായി ഓടിച്ചുകൊണ്ടിരിക്കുന്നത്. സ്ഥിരമായി ഓടിച്ചുകൊണ്ടിരിക്കുന്നത് മാത്രമല്ല, ഇത് ഓടിക്കാത്ത ആരും ഇവിടെ ഇല്ലെന്നുള്ളതാണ് സത്യം, അല്ലേ? കുഞ്ഞുങ്ങൾ തൊട്ട് വലിയ ആൾക്കാർ വരെ ഏറ്റവും കൂടുതൽ ഓടിക്കുന്ന വാഹനമാണ്. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞില്ല, ഒരു ട്രക്ക് സമ്മാനമായിട്ട് ഒരു ഗിഫ്റ്റായിട്ട് കിട്ടിയെന്ന് പറഞ്ഞ പോലെ, ഈ നിങ്ങളെ ഇഷ്ടപ്പെടുന്ന ആരാധകരെന്ന് വിളിക്കാവുന്നവർ അവരുമായിട്ട് ബന്ധപ്പെട്ട രസകരമായ സംഭവങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ, അല്ലേ? കൂടുതൽ ഫാൻസ് ആർക്കാ ഇതിൽ? അറിയത്തില്ല, ഏറ്റവും ഫാൻസ് കുറവുള്ള എനിക്ക്. കഥാനായകനാണ് ഏറ്റവും ഫാൻസ് കുറവ്. അതെന്താ, അത് ക്യാമറയ്ക്ക് പിന്നിലായതുകൊണ്ടാണോ? ആണല്ലേ? എന്നാലും ഉണ്ടോ? സ്ത്രീ ജനങ്ങളാണോ? അതാണ് പ്രോത്സാഹിപ്പിക്കാതെ ജലജ. എപ്പോഴും നാട്ടിൽ കറങ്ങി നടക്കുന്നുണ്ട്, എവിടെയൊക്കെയാ ഫാൻസ് സ്ത്രീകളെന്ന് പറയാൻ പറ്റില്ലല്ലോ. അല്ല, ഞാൻ ക്യാമറയ്ക്ക് മുന്നിലേക്ക് വരാൻ പറയുന്നത് ആദ്യമൊക്കെ പുറകെ മാത്രമേ നിൽക്കുള്ളൂ, ഇപ്പഴും ഇടയ്ക്കിടയ്ക്ക് മുന്നോട്ട് വരുന്നുണ്ട്, അല്ലേ? ആ പ്രോത്സാഹനം കൊടുക്കുന്നുണ്ട് ചിലത്. എന്തായാലും സ്ത്രീജനങ്ങൾ ആ ഫാൻസ് അറിഞ്ഞുകൊണ്ടാണ് ഇപ്പം മുന്നിലേക്ക് വരാൻ ശ്രമിക്കുന്നത്. ഇത് ഞാൻ പോയി കഴിഞ്ഞാൽ കുടുംബം കൊണ്ടാകാൻ തോന്നുന്നുള്ളൂ കേട്ടോ. അപ്പോൾ എന്താണ് ആരാധകരുടെ ഭാഗത്ത് നിങ്ങൾക്ക് രണ്ടുപേർക്കൊക്കെ സ്ഥിരമായിട്ട് ലഭിക്കുന്ന പ്രതികരണങ്ങളൊക്കെ എങ്ങനെയാണ്? രസമുള്ള കാര്യങ്ങളൊക്കെ സംഭവിക്കണം? എല്ലാവരും നല്ല സപ്പോർട്ടല്ലേ? ആണല്ലേ? അപ്പോൾ ഈ പറഞ്ഞ പോലെ നമ്മൾ ഇന്ത്യ മുഴുവൻ ഓടിച്ചു പോകുമ്പോൾ മലയാളികളല്ലാത്തവരൊക്കെ നിങ്ങളുടെ ട്രാവൽ വ്ലോഗ് കാണുന്നവരാലും വേണ്ടിയിട്ടുണ്ട്. ആണോ? വണ്ടി ഓടിക്കുന്ന വണ്ടിക്കാർ ഒരുപാട് പേരുണ്ട്, വണ്ടിയായിട്ട് ബന്ധപ്പെട്ടുള്ള ആൾക്കാരുണ്ട്, ഇനി അല്ലാത്തവരും ഉണ്ട് ഇഷ്ടം പോലെ. ആണല്ലേ? എനിക്ക് തോന്നുന്നു ഈ മറ്റേ ഇന്ത്യ വിട്ട് വിദേശ രാജ്യങ്ങളൊക്കെ പോയി കഴിഞ്ഞാൽ ഈ ട്രക്ക് ഓടിക്കുന്നവരൊക്കെ വ്ളോഗൊക്കെ ചെയ്യുന്നുണ്ട്. ഇവിടെ പക്ഷേ അങ്ങനെ അധികാരം ചെയ്യാത്തതുകൊണ്ട് അവിടുത്തെ ഈ രംഗത്തെ സൂപ്പർ സ്റ്റാർസാണ് ഈ നിൽക്കുന്നത്. കാരണം മറ്റാരും അങ്ങനെ ചെയ്യുന്നില്ല. തന്നെയല്ല, എനിക്ക് എപ്പോഴും ജലജയുടെയും രതീഷിനും ഇവരുടെ എല്ലാവരുടെയും കാര്യത്തിൽ തോന്നിയ കാര്യം വളരെ എളിമയോടുകൂടി ലാളിത്യത്തോടു കൂടിയുള്ളൊരു അവതരണമാണ്. അല്ലാതെ ഹായ് ഗോയ്സ് എന്ന് പറഞ്ഞുള്ള പരിപാടിയൊന്നുമില്ല. ഈ പറഞ്ഞ തുടക്കത്തിൽ വളരെ എന്താ പറയുക, സൗമ്യതയോടെ എളിമയോടെ പുത്തേറ്റ് ട്രാവൽ വ്ലോഗിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം പറയാൻ തുടങ്ങുകയാണ്. പിന്നെ ആണെങ്കിലും പോകുന്ന വഴിയിലുള്ള ചെറിയ ചെറിയ കാര്യങ്ങൾ, അങ്ങനെ വലിയ വലിയ സംഭവങ്ങളൊന്നുമല്ല, അത്ര രസകരമായിട്ടുള്ള സംഭവങ്ങളൊക്കെയാണ് ഇവരെപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതിപ്പോൾ ഇന്ത്യ വിട്ടിട്ട് നേപ്പാൾ കൂട്ടാനൊക്കെ പോയി, അല്ലേ? ഇനി എപ്പോഴാണ് ഇന്ത്യ വിട്ട് ഇതൊന്നും ഓടിച്ചു പോകുന്നത്? ഐ മീൻ ഈ മറ്റൊക്കെ അയൽ രാജ്യങ്ങളായിട്ട് കണക്കാക്കാമല്ലോ. അത് കഴിഞ്ഞൊരു വലിയ യാത്ര പ്ലാൻ ചെയ്യുന്നുണ്ടോ? ട്രക്കിൽ പോകാൻ പറ്റുമോ? ഇല്ല. അപ്പോൾ അതിനെന്താണ് ഇനി പരിപാടി? അങ്ങോട്ട് ഏതാണ്ട് ഹൈവേ പണിയുന്നുണ്ടെന്നോ, ലോറിയൊക്കെ പോകുന്നൊക്കെ പറയുന്നു. പറയുമെങ്കിൽ അങ്ങോട്ട് ആദ്യം പോയി. ശരി. എന്താണ് ഡ്രീം ഡെസ്റ്റിനേഷൻ എന്ന് പറയുന്നത്? അങ്ങനെ ഉണ്ടോ? അങ്ങനൊന്നുമില്ല, വെളിയിലോട്ടൊക്കെ വണ്ടിയിൽ പോകണമെന്നുണ്ട്, വേറെ രാജ്യങ്ങളിലേക്ക്. ഡ്രീം എല്ലാം കഴിഞ്ഞു പോയി. ആണല്ലേ? അതൊക്കെ കാശ്മീരും കഴിഞ്ഞപ്പോ ഇന്ത്യ മൊത്തമായില്ല. അങ്ങനില്ല, എവിടെ പോകാൻ പറ്റുന്ന എല്ലാ സ്ഥലങ്ങളും കാണണം. ശരി. അപ്പോൾ ഇനിയിപ്പോൾ എല്ലാവരും ചോദിക്കുന്ന ചോദ്യമാണെങ്കിൽ പോലും ഞാൻ ചോദിക്കുന്നത്, ഈ സ്ത്രീകൾക്ക് ഇന്ത്യ സുരക്ഷിതമാണോ? സ്ത്രീകൾക്ക് ഇന്ത്യ സുരക്ഷിതമാണോ എന്ന് ചോദിച്ചാൽ കുഴപ്പമില്ല. അല്ലെങ്കിൽ വേറെ ഒരു ചോദിക്കാം, ചിലത് ഒറ്റയ്ക്ക് വണ്ടി ഓടിച്ച് പോകാൻ സമ്മതമാണോ? ഈ ട്രക്ക് ഓടിച്ച് കാശ്മീർ വരെ പോകേണ്ടി വന്നാൽ പോകുമോ? ഇപ്പം ആരെങ്കിലും ഒക്കെ കൂടെ ഉണ്ടാവുമല്ലോ, അങ്ങനെ അല്ലാതെ പോകാൻ ധൈര്യമുണ്ട്? കുഴപ്പമില്ല. നമ്മള് പിന്നെ എന്നാ വെച്ചാൽ സേഫ് ആയിട്ടുള്ള സ്ഥലങ്ങളിലേക്ക് കിടന്ന് ഉറങ്ങാവുള്ളൂ, നമ്മൾ നോക്കുക എന്നുള്ളതേ ഉള്ളൂ.
നമ്മുടെ സേഫ്റ്റി നോക്കി നമ്മൾ വണ്ടി ഓടിച്ച് പോകാന്നുള്ളൂ. വണ്ടിയിൽ കിടന്നാണോ അധികവും ഉറക്കം രാത്രിയിൽ? എന്നിട്ട് ആരും വന്ന് ടക്ക് ടക്ക് തട്ടുന്ന പ്രശ്നങ്ങൾ അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല? ഇല്ല. പൊതുവെ എനിക്ക് തോന്നുന്നു സ്ത്രീകൾ ഒറ്റയ്ക്കാണെങ്കിൽ പുരുഷന്മാർ കൂടുതൽ സഹായിക്കുക ചെയ്യുന്നല്ലേ? അങ്ങനെ തോന്നിയിട്ടില്ലേ? ആണുങ്ങളുടെ സ്വഭാവം അപ്പം വളരെ എന്താ പറയുക, ഒരു അച്ഛൻ്റെയോ ആങ്ങളയുടെയോ സ്വഭാവമായിട്ടൊക്കെ മാറുന്നുണ്ട് അല്ലേ? മോളെ, നീ ഈ ചെറുപ്രായത്തിൽ ഈ ഇന്ത്യ മുഴുവൻ ഓടിച്ചിട്ട് എങ്ങനെ ഉണ്ടായിരുന്നു എക്സ്പീരിയൻസ്? ഈ ആൾക്കാരൊക്കെ വലിയ കപ്പട മീശയും ചുവന്ന കണ്ണൊക്കെ ഉള്ള ഒരാൾ വണ്ടിയിൽ നിന്ന് ഇറങ്ങി വരും എന്ന് പ്രതീക്ഷിച്ചിരിക്കുമ്പോൾ ഇത്തിരി ഇല്ലാത്തൊരു പെങ്കൊച്ച് ഇറങ്ങി വരുന്നു ഡ്രൈവർ സീറ്റിൽ നിന്ന്. അത് എങ്ങനെയുണ്ട് അപ്പോഴത്തെ ഒരു ആൾക്കാരുടെ പ്രതികരണം കണ്ട്? ആദ്യം ഇങ്ങനെ മറ്റേ ചെക്ക് പോസ്റ്റിലൊക്കെ ചെല്ലുമായിരുന്നു കൂടുതൽ. അപ്പൊ അവിടെ ചെല്ലുമ്പോ ഇങ്ങനെ ആദ്യം ഇങ്ങനെ കൊച്ചു ലൈസൻസ് ഉണ്ടോ എന്നുള്ള രീതിയിൽ ഇങ്ങനെ നോക്കായിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ തമിഴ്നാട്ടിൽ വെച്ച് ചെക്ക് പോസ്റ്റ് വരണം ചെന്നപ്പോഴത്തേക്ക് എനിക്ക് അവിടെ നിന്ന് മിഠായി ഒക്കെ തന്നു കേട്ടോ. അവർ കുറെ കണ്ടപ്പോ എന്നോട് ചോദിച്ചു എത്രയല്ല പഠിക്കുന്നതെന്ന് ചോദിച്ചു. ഞാൻ കോളേജിലാണ് പഠിക്കുന്നതെന്ന് പറഞ്ഞു. കണ്ടാ പറയത്തില്ല, കുഞ്ഞുപിള്ളേരൊക്കെ അവിടെ, കുഞ്ഞുപിള്ളേർക്ക് കേരളത്തിൽ ലൈസൻസ് കൊടുത്തു ഇവിടെ വലിയ അവർക്ക് പോലും കൊടുക്കാത്ത സ്ഥലമല്ലേ? അങ്ങനെ ചോദിച്ചു. എനിക്ക് പിന്നെ കുറെ സ്വീറ്റ്സ് ഒക്കെ തന്നു. നല്ലൊരു ഇതൊരു കരിയർ ആക്കാൻ ഇഷ്ടമാണോ? ആണ്. ബിക്കോസ് നമ്മൾ ട്രാവൽ ചെയ്യുമ്പോൾ നമുക്ക് കുറേ നല്ലൊരു അനുഭവം. ഇപ്പം ഞാൻ ഇവിടെ നിന്നിപ്പം എക്സാം ഒക്കെ കഴിഞ്ഞിട്ട് നേരെ പോവായിരുന്നു പറഞ്ഞത്. അപ്പോൾ ആ ഒരു എക്സാം ഒക്കെ കഴിഞ്ഞങ്ങ് പോകുമ്പോൾ എന്ന് പറഞ്ഞാൽ നമുക്ക് നല്ലൊരു ഫീലാണ്, ഭയങ്കര നല്ലൊരു ഫീലാണ് നമ്മൾ ട്രാവൽ ചെയ്യുമ്പോൾ കിട്ടുന്നത്. അപ്പോൾ ഞാനിങ്ങനെ ആദ്യം വിചാരിച്ചു ഓക്കെ കുറച്ച് ദിവസം പോവാം വരാം, എനിക്ക് ഈ നോർത്തിലോട്ടും ഇവിടുത്തെ ഫുഡൊന്നും അത്ര ഇഷ്ടമല്ല. അപ്പം ഞാനിങ്ങനെ ആ ഫുഡ് ഇങ്ങനെ മടിച്ചൊക്കെ ഇങ്ങനെ ഇരിക്കുന്നു. പക്ഷെ പോയി അങ്ങ് തുടങ്ങുമ്പോഴത്തേക്ക് നമുക്കിങ്ങനെ അതൊന്നും പിന്നെ അതിൻ്റെ ഒരു പാർട്ടായിട്ട് അങ്ങനെ അങ്ങ് പോകും. നല്ലൊരു പക്ഷേ എങ്കിൽ പോലും നമ്മളിപ്പോൾ ഇന്ത്യയിൽ ഇത് ഇപ്പോൾ സാധനങ്ങൾ കയറ്റാനും ഇറക്കാനും ഒക്കെ പല സ്ഥലങ്ങളിൽ പോകുന്നു. ഇത് തന്നെയല്ലേ പിന്നെ റിപ്പീറ്റ് ചെയ്ത് വരുന്നത്? അപ്പോൾ ബോറടിക്കുമോ സ്ഥലങ്ങൾ? നമ്മൾ ഓരോ തവണ ചെല്ലുമ്പോഴും ഇപ്പം നമ്മളിപ്പോൾ നിസ്സാരം ഇവിടുന്ന് കുറച്ച് ദൂരം പോയാലും നമ്മൾ ഓരോ തവണ പോകുമ്പോൾ നമ്മുടെ മൈൻഡാണേലും എല്ലാം ഓരോ ഡിഫറെൻ്റ് ആയിട്ടാണ് നമ്മൾ ഓരോന്ന് എടുക്കുന്നത്. അപ്പോൾ അതിലിപ്പം ഏറ്റവും കൂടുതൽ ഞാനിപ്പോൾ പോയി കഴിയുമ്പോഴത്തേക്ക് ഞാനിങ്ങനെ ആദ്യം ഓർത്തൊക്കെ നമ്മളിപ്പോൾ അങ്ങോട്ട് പോകുമ്പോൾ ഭയങ്കര ഇൻട്രസ്റ്റാണ്, ബിക്കോസ് നമ്മൾ കണ്ടിട്ടില്ലല്ലോ. പിന്നെ തിരിച്ചു വരുമ്പോഴത്തേക്ക് അവർക്ക് അതുവഴി തന്നെയല്ലേ പോകുന്നേ ഇങ്ങനെ ആലോചിക്കും. പക്ഷേ ഒരു അങ്ങനെ പോകും. അപ്പോൾ ഈ നമുക്കറിയാവുന്ന പോലെ ഇന്ത്യയിലെ ഏറ്റവും മനോഹരമായ ഒരു സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ കാശ്മീരാണ്. പക്ഷെ അത് കഴിഞ്ഞാൽ ഇഷ്ടപ്പെട്ട സ്റ്റേറ്റ് അത്? എനിക്ക് ഇഷ്ടപ്പെട്ട മേഘാലയ. മേഘാലയ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. മേഘാലയ ഞാൻ ഒട്ടും പ്രതീക്ഷയില്ല, അത്ര ആവുന്ന പ്രതീക്ഷയില്ല. അപ്പോൾ മേഘാലയെ പറ്റി അത്ര ഐഡിയ ഇല്ലല്ലോ നമുക്ക്, ഇവിടുന്ന് പോകുമ്പോഴത്തേക്ക് അങ്ങനെ അധികം ഐഡിയ ഒന്നുമില്ല. പക്ഷെ അവിടെ ചെന്ന് കഴിഞ്ഞിട്ട് അവിടുത്തെ പ്ലേസ് ഭയങ്കര ബ്യൂട്ടിഫുള്ളാണ്. എനിക്ക് തോന്നുന്നു ഈ കാശ്മീരിനേക്കാളും എനിക്ക് കൂടുതൽ ഇഷ്ടപ്പെട്ട മേഘാലയ. ശരിക്കും കേരളത്തിന്റെ ഹരിതാഭയൊന്നും ഒന്നുമല്ല മേഘാലയയിലേക്ക് ചെന്ന്. ഭയങ്കര ക്രൗഡഡ് ആയിരുന്നു ഞങ്ങൾ ചെന്നപ്പോൾ, കൂടുതൽ ആൾക്കാർ വരുന്നു. പക്ഷെ മേഘാലയ നല്ലൊരു ടൈം. ഇനിയിപ്പോൾ ഈ ഞാൻ പറഞ്ഞില്ല, ഇവിടെ ഏറ്റവും പിറന്ന് വീണ കുഞ്ഞു തൊട്ട് ഏറ്റവും വലിയ ആൾക്കാർ വരെ എല്ലാവരും ട്രാവൽ ചെയ്യുന്നവരായതുകൊണ്ട് അതിൻ്റെ കൂടെ ഏറ്റവും പ്രായമുള്ള ആളൂടെ നിൽക്കുന്നുണ്ട്. അമ്മയ്ക്ക് ഇപ്പം അമ്മ എത്ര സ്റ്റേറ്റുകളിൽ പോയി? 15? 13. അമ്മയ്ക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഏതാ? കണ്ടിട്ട് കൊള്ളാം ഗംഭീരമായിട്ടുള്ള തോന്നിയൊരു സ്ഥലം? എനിക്ക് ഞാൻ പോയത് എല്ലാവരും ഇഷ്ടപ്പെട്ടു. ആണല്ലേ? അമ്മ അങ്ങനെ അധികം യാത്ര ചെയ്തിട്ടുണ്ടോ ഇതിന് മുമ്പ് കേരളത്തിന് വെളിയിലേക്ക്? ഇല്ല. ആണല്ലേ? ആദ്യമായിട്ടാണ് ബോംബെക്ക് പോകുന്നതും ഹരിദ്വാർ പോകുന്നതും. ശരി, ഹരിദ്വാറൊക്കെ പോയി. അമ്മ കോട്ടയം ഇടുക്കിയും ജില്ലകളും എല്ലാം വെളിയിലോട്ട് പോയിട്ട്. ശരി. കന്യാകുമാരി കൊടൈക്കനാൽ അവിടെയൊക്കെ അതെല്ലാം മലയാളിക്ക് കേരളം പോലെയാണല്ലോ അല്ലേ? ശരി. ബോംബെ കണ്ട് ഞെട്ടിയോ? ട്രെയിനിലൊക്കെ കയറിയപ്പോ അല്ലേ? ആണല്ലേ? ശരി. അമ്മ ഇതിനകത്ത് എടുത്ത് കയറണമായിരുന്നോ അതോ അമ്മ തന്നെ കയറുമോ? ആണല്ലേ? കണ്ടോ ദേഷ്യം എന്തൊരു ചോദ്യം ചോദിച്ചെന്നല്ലേ? ഒന്നും വേണ്ട. അപ്പോൾ ഇവരെല്ലാവരും ഈ ഈ ഒരു ട്രക്ക് ലൈഫ് നയിക്കുന്നതാണല്ലോ. അപ്പോൾ അമ്മയ്ക്ക് അത് ആ മക്കൾ കുറച്ചുകൂടി നല്ല ഒരു ജോലിയിലേക്കൊക്കെ പോകണം അങ്ങനെയൊക്കെ ആഗ്രഹമുണ്ടോ? അതോ ഇത് എല്ലാവരും ചെയ്തോട്ടെ എന്ന് തന്നെയാണ് അമ്മയുടെ ആഗ്രഹം? കുഴപ്പമില്ല. ഈ യുവതി അടക്കം പറഞ്ഞു ഇതാണ് കരിയർ ആക്കാൻ ഇഷ്ടമെന്ന്. പ്രതീക്ഷിച്ചില്ല. എന്താന്ന് ചോദിച്ചാൽ ആണുങ്ങളൊക്കെ അല്ലേ ലോറി ഓടിച്ചിങ്ങനെ പോകുന്നത്, നമുക്ക് അത് സൗകര്യമൊക്കെ ഇല്ലല്ലോ, അതുകൊണ്ട് പോകാൻ പറ്റുമെന്ന് വിചാരിച്ചില്ല. അപ്പം എന്തായാലും അങ്ങനെ ലോകം കാണാൻ പറ്റി അല്ലേ? പൊക്കത്തിരുന്ന് അതുണ്ട്. അങ്ങനെ ഒരു കാര്യമുണ്ട്. നമ്മൾ സാറിന് കാറിലിരുന്ന് കാണുന്ന പോലുള്ള ലോകമല്ല ഇവർ കാണുന്നത്. ആനപ്പുറത്തിരിക്കുന്ന പോലെ ആ തഴമ്പും വരും. അതെ ശരിയാണ്. നമ്മളെപ്പോഴും മോളിൽ നിന്ന് താഴേക്കുള്ള കാഴ്ചകളാണ് ഇവർ കാണുന്നത്. നമ്മൾ കാറിൽ പോകുമ്പോൾ കാണുന്ന പോലത്തെ കാഴ്ചകളല്ല. അതൊരു രസമുള്ളൊരു അല്ല, ഒരു പനോരമിക് ഒരു വ്യൂ കിട്ടുമല്ലോ അല്ലേ? ഇപ്പോൾ വേറൊരാളുണ്ട് ഇതിനകത്ത്. അതായത് ഇന്നലത്തെ ഒരു വീഡിയോ പറയുന്നത് കേട്ടു ഈ സെക്കൻഡ് ഗിയർ ഒഴിവാക്കണം എന്ന് വാഹന കമ്പനിയോട് അഭ്യർത്ഥിക്കുന്ന ആൾ. അതായത് മുന്നോട്ട് കയറ്റിയിട്ട് സീറ്റ് മുന്നോട്ട് കയറ്റിയേ ഓടിക്കാൻ പറ്റുള്ളൂ, കാരണം ഹൈറ്റ് ഇത്തിരി കുറവുണ്ട്. അപ്പോൾ സെക്കൻഡ് ഗിയർ വീഴുന്നില്ല. അപ്പോൾ അത് ആ ആളാണ് ഈ നിൽക്കുന്നത്, സൂര്യയാണ് ഈ കാര്യം ഇവിടുത്തെ ഏറ്റവും വലിയ തമാശക്കാരൻ. ഇവരെല്ലാവരും പറയുന്നുണ്ട്, വീഡിയോ കാണാൻ നമ്മളൊക്കെ സമ്മതിക്കുകയും ചെയ്യും. അപ്പോൾ എന്താണ് പരിഹാരം സെക്കൻഡ് ഗിയറിൻ്റെ കാര്യത്തിൽ? അത് വണ്ടിയുടെ കുറ്റാണോ സൂര്യയുടെ കുറ്റാണോ? ആണോ?
ഞാൻ പറഞ്ഞ ഒരു കാര്യം ചെയ്യാം, ഓട്ടോമാറ്റിക് വണ്ടി എടുക്കാന്ന് അന്നേരം പറഞ്ഞല്ല, അന്നേരം ഗിയർ മാറി ഓടിച്ചാൽ ഒരു ഗിയർ ബോക്സ് എന്ന പണിയാണോ വലിച്ചു പറിച്ചിട്ട്? എങ്കിലും അങ്ങനെ ഉണ്ടോ മൊത്തത്തിൽ ട്രക്ക് ഓടിക്കുന്നതിന്റെ? ഞാനൊന്നും പ്രതീക്ഷ കൂടിയില്ല. കല്യാണം കഴിഞ്ഞതിന് ശേഷം സൈക്കിളൊന്നും പോലും വീട്ടിലില്ല. ഞാൻ ലോറി ഓടിക്കുന്നുണ്ട്, അച്ഛനും ഒരു അതിശയം. അല്ല, അവരൊക്കെ ചോദിച്ചോ നിന്നെ ഇതിനാണോ ഞങ്ങൾ അങ്ങോട്ട് വിട്ടത്, നീ ട്രക്ക് ഓടിക്കാനാണോ? അല്ലേ, എന്നോട് ചോദിച്ചിട്ടുണ്ട്. ആദ്യമേ ഫ്രണ്ട്സെ കൂടി ചോദിക്കും, ഒരു പുറകിൽ നിന്ന് ആരെങ്കിലും തള്ളി തരുന്നുണ്ടോ വണ്ടി? നമ്മുടെ നാക്കൊണ്ടുള്ള നല്ലല്ലാതൊന്നും ഇല്ലല്ലോ അല്ലേ? രസമല്ലേ. അപ്പോൾ വേറെ കാര്യങ്ങൾ ഇതാണ്, ഇപ്പോൾ ഈ പറഞ്ഞ പോലെ വണ്ടി ഓടിക്കുന്നു ഓക്കെ, പക്ഷേ ഈ ഒരു വ്ളോഗിലേക്ക് എത്തിക്കഴിയുമ്പോൾ നിങ്ങളെങ്ങനെയാണ് ഇത് പ്ലാൻ ചെയ്തിരുന്നു? ഇതെങ്ങനെയാണ്, എന്താണ് നിങ്ങൾ ഇതിനകത്ത് പറയേണ്ടതെന്നോ? ഇപ്പം വളരെ തമാശയൊക്കെ പറഞ്ഞ് രസമായിട്ട് പോകുന്നുണ്ട്, അതെങ്ങനെയാണ് ആ ഒരു ട്രാക്കിലേക്ക് എത്തിയത്? ഒന്നും പ്ലാൻ ചെയ്യുന്നില്ല. അന്നേരം നമ്മൾ നമ്മൾ സംസാരിക്കുന്ന മാത്രമേ ഉള്ളൂ, അല്ലാതെ നേരത്തെ പ്ലാൻ ചെയ്തിട്ടേ ഇല്ല സംസാരിക്കും. അപ്പോൾ ഇത് ക്യാമറയൊക്കെ കൈകാര്യം ചെയ്യുന്നത് പൂർണ്ണമായിട്ടും രതീഷാണല്ലോ. എന്തെങ്കിലും മുൻപരിചയം ഉണ്ടോ ക്യാമറ? ഒന്നുമില്ല. ഇല്ല. അപ്പോൾ ഇതിൻ്റെ എങ്ങനെയാണ് ഇതിൻ്റെ മൂവ്മെൻറ്റ്, ഇത് സൗണ്ട് ക്യാപ്ചറിങ്, ഇതൊക്കെ എങ്ങനെയാണ് മനസ്സിലാക്കി എടുത്തത്? അപ്പോൾ ഇതൊക്കെ ആദ്യം തൊട്ട് പിന്നെ നമ്മൾ എഡിറ്റ് ചെയ്യുന്ന ഒരു ആളുണ്ടല്ലോ, അത് പിന്നെ അത്യാവശ്യ കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നു. അത് കേട്ട് പിന്നെ നമ്മൾ അങ്ങ് എടുക്കുക, പിന്നെ ഓരോന്ന് നോക്കി മനസ്സിലാക്കുക, അത്രേ ഉള്ളൂ. ആദ്യം പറ്റിയ അബദ്ധങ്ങളുണ്ടോ ഷൂട്ടിൽ? എനിക്ക് പറ്റിയിട്ടുണ്ട്. എന്റെ ക്യാമറ ഞങ്ങളുണ്ടല്ലോ ഈ എൻഡോറും കൊണ്ട് ഓഫ് റോഡിങ്ങിന് വരുന്നതാണ്. എന്നിട്ട് അത് ഫസ്റ്റ് തുടങ്ങുന്ന ടൈമില്ല, എന്നിട്ട് ക്യാമറ തന്നിട്ട് പോയി. ഈ വണ്ടി ഇങ്ങനെ കേറുന്ന നല്ലൊരു സ്റ്റീപ്പായിട്ട് കയറാം, ഞാനുണ്ടല്ലോ ഒന്ന് ഞെക്കി, പക്ഷെ എന്റെ കൈ തട്ടി തന്നെ പിന്നെ അത് റെക്കോർഡായില്ല. വണ്ടി നല്ലൊരു ഇതായിരുന്നു, അത് നല്ലൊരു വീഡിയോ ആണ്, അതങ്ങനെ പോയിട്ടുണ്ട്. അതുപോലെ സൗണ്ടും ഒക്കെ പ്രശ്നങ്ങളൊക്കെ സംഭവിച്ചു കാണുമല്ലോ ആദ്യം അല്ലേ? അതുപോലെ എപ്പോഴും നമ്മളിപ്പോൾ ഈ വീഡിയോ ക്യാമറ ഓൺ ചെയ്ത് നമ്മളെപ്പോഴും വളരെ ആക്റ്റീവായിട്ടും സന്തോഷമായിട്ടിരിക്കണം, പിന്നെ കാണുന്നവർക്ക് ഡള്ളായിട്ട് ഫീൽ ചെയ്യരുത്. അപ്പോൾ പക്ഷേ ഇത്രയും ദൂരമൊക്കെ ഓടിക്കുമ്പോൾ ഈ ഒരു സജീവമായിട്ടുള്ളൊരു ഇതെങ്ങനെ നിലനിർത്തുന്നത് നമ്മുടെ ഒരു? അത് യാത്ര ചെയ്യാനുള്ള ഇഷ്ടം കൊണ്ടായിരിക്കും. മടുക്കുകയില്ല ഓടിച്ചിട്ട്? ഇല്ല, ഓടിക്കാൻ അങ്ങനെ മടുപ്പൊന്നുമില്ല. ഓടിക്കാൻ മടുപ്പില്ല, ഈ വെളിയിലൊക്കെ ഇറങ്ങി കറങ്ങുമ്പോഴാണ് ക്ഷീണം വരുന്നല്ലേ? എല്ലാവർക്കും ഇതിന്റെ മോളിൽ ഇരുന്നാൽ മതി. അതല്ലെങ്കിലും ഉണ്ടല്ലോ, നമ്മൾ കാറിൽ ഇരുന്നത് ലോങ് ഇപ്പം ദീർഘദൂര യാത്ര ചെയ്യുകയാണെങ്കിൽ നമ്മൾക്ക് പെട്ടെന്ന് മടുപ്പാവും കുറച്ച് ദൂരം ഇരിക്കുമ്പോഴത്തേനും. പക്ഷേ ഇതേലിരുന്ന് യാത്ര ചെയ്യുമ്പോൾ നമുക്കൊരു മടുപ്പ് തോന്നും. അതെന്തുകൊണ്ടായിരിക്കും? അതാ വിഷ്വൽ അങ്ങനെയല്ലേ, നമ്മൾ മുകളിലിരുന്ന് കാണുന്നതുകൊണ്ട് നല്ലതായിട്ട് കാണാവുന്ന കൊണ്ട് അങ്ങനെ ഒരു മടുപ്പേ നമുക്ക് തോന്നത്തില്ല. ഇനി ശാലനേരം കിടക്കാം, സൗകര്യമുണ്ട്. പിന്നെ ഡ്രൈവിംഗ് സീറ്റ് ഇരുന്നാലും നല്ല ഹൈറ്റിലിരുന്ന് ഇങ്ങനെ ഓടിക്കുന്നതുകൊണ്ട് ഓടിക്കുന്ന വലിയ മടുപ്പ് ആർക്കും അങ്ങനെ മടുപ്പില്ല. എങ്കിൽ പലരും ഓട്ടോമാറ്റിക് വാങ്ങിക്കണം എന്ന് തോന്നിയിട്ടുണ്ടോ? ഒരു ഇല്ല, എനിക്കും ഓട്ടോമാറ്റിക് മേടിക്കണമെന്നൊക്കെ തോന്നിയിട്ടുണ്ടല്ലോ. ഓട്ടോമാറ്റിക് ഇതിൽ വരികയാണെങ്കിൽ ആദ്യം എടുക്കണമെന്ന് കമ്പനിയിലാണെന്ന് ചോദിച്ചോണ്ട് ഇപ്പം ഇതിന്റെ ട്രെയിലറിൽ വന്നിട്ടുണ്ട്, പ്രൈം മൂവറിനകത്ത് ഇപ്പം ഓട്ടോമാറ്റിക് ആയിട്ടുണ്ട് വന്നിട്ടുണ്ട്. പക്ഷെ അത് നമുക്ക് ഇങ്ങനെ എല്ലാ ലോഡൊന്നും കയറ്റാൻ പറ്റത്തില്ല, ചെറിയ ലോഡുകളൊക്കെ കയറ്റാൻ പറ്റില്ല. അതുകൊണ്ട് കാര്യമില്ല, ഈ സൈസ് വണ്ടിയിലുണ്ടെങ്കിൽ കാലം മാറുന്നതനുസരിച്ച് എടുക്കണമെന്ന്. അതുപോലെ നമ്മൾ ഈ ലോഡ് കയറ്റുന്ന ഇറക്കുന്നതും കുറെ സമയം എടുക്കുന്ന ഒരു പ്രോസസ് ആണല്ലോ. ആ സമയത്ത് നിങ്ങൾ എന്താ ചെയ്യുന്നത്? അല്ല, സമയത്ത് ഞങ്ങള് അന്ന് തന്നെയൊക്കെ ഇറക്കി കിട്ടുമെങ്കിൽ കുക്ക് ചെയ്യും, അങ്ങനെ കുറേ സമയം പോകുമല്ലോ നമ്മൾ. പിന്നെ ഇറക്കാനും കയറ്റാനും നമ്മൾ നിൽക്കണം, അങ്ങനെ കുറേ സമയം പോകും. പിന്നെ 3-4 ദിവസമൊക്കെ എടുക്കുമെങ്കിൽ 2-3 ദിവസമൊക്കെ ഇറക്കാൻ എടുക്കുമെങ്കിൽ ഞങ്ങൾ അവിടെ കറങ്ങാൻ പോകും. അന്ന് തന്നെ രാവിലെ അന്ന് തന്നെ ഇറക്കുമെന്നെങ്കിൽ വേറെ അധികം സമയമൊന്നുമില്ല. ഫുഡ് വെച്ച് പിന്നെ ഈ വീഡിയോ ഒക്കെ എടുത്തോണ്ടിരിക്കുന്നതുകൊണ്ട് പഴുതായൊക്കെ മടക്കി വരുമ്പോഴത്തേനും. ശരി ശരി. അതുപോലെ നമ്മളിപ്പോൾ ഇന്ത്യയിലെ റോഡുകളൊക്കെ ഏകദേശം നല്ല ഹൈവേസ് ഒക്കെ വന്നല്ലോ, ഈ ഹൈവേകളിലൂടെ ഓടിക്കുന്നതാണോ ഇഷ്ടം? അതുപോലെ ഇപ്പോൾ ഇവിടെ മോള് പറഞ്ഞ പോലെ മേഘാലയൊക്കെ പോലെയുള്ള അത്തരം ടെറൈൻസിൽ ഓടിക്കുന്നതാണോ ഇഷ്ടം? കാഴ്ചകൾ നമ്മൾ കാണണമെങ്കിൽ നമ്മൾ ഗ്രാമങ്ങളിൽ കൂടെ അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ കൂടെ പോകണം, അതാണ് നല്ലത്. അതുപോലെ ഈ ലൈൻ ട്രാഫിക് എന്നൊക്കെ പറയുന്നത് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഇന്ത്യക്കാർ പലരും നോക്കുന്നതേ ഇല്ല. ട്രക്കുകളൊക്കെ എപ്പോഴും സ്പീഡ് ട്രാക്കിലൂടെ പോകുന്നു, അതൊക്കെ കീപ്പ് ചെയ്താണ് നിങ്ങൾ ഓടിക്കുന്നത്? ആണ്. ആരതൊക്കെ പറഞ്ഞു തന്നെ? അത് നമുക്കറിയാമല്ലോ. അതാണ്, അതായത് നമുക്ക് ലൈസൻസുകാരും പറഞ്ഞു തരുമൊന്നുമില്ല, നമുക്കറിയാലോ എന്നിട്ട് നമ്മളെവിടെയെങ്കിലും പഠിച്ചോണം. അതാണ് അല്ലേ നമ്മുടെ ഉദ്യോഗസ്ഥരുടെ ഒരു. നമ്മൾ നിവൃത്തിയില്ലാത്ത വരുമ്പോഴേ റൈറ്റ് സൈഡിൽ കൂടെ തന്നെ പോകാൻ നോക്കാറുണ്ട്. പിന്നെ ചില സ്ഥലങ്ങളിൽ എന്ന് വെച്ചാൽ ഡബിൾ ലൈൻ, ഇപ്പം 4 ലൈനാന്ന് വെച്ചാൽ അതിൽ 2 ലൈനേ ഉള്ളൂ. അപ്പം നോർത്തിലേക്ക് ചെന്നാൽ ചിലപ്പോൾ ഒരു ലൈൻ ഫുൾ ഈ ട്രാക്ടറും ബൈക്കും അങ്ങനെയൊക്കെ, അതുകൊണ്ട് കാളവണ്ടിയൊക്കെ, അതുകൊണ്ട് തന്നെ ലോറിക്കാർ റൈറ്റ് സൈഡിൽ കൂടെ പോകും. അതായത് 3 ലൈനുള്ള റോഡാണെങ്കിൽ ഒന്നെങ്കിൽ ലെഫ്റ്റ് സൈഡിൽ കൂടെ ഇല്ല സെൻട്രൽ ലൈനിൽ കൂടെ പോകാൻ പറ്റും. ഒരാളിവിടെ പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട്, ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റ് വന്നതാണ്. ഹലോ.
ഇപ്പൊ ഫുൾ ഇത് കുറവായി അല്ലേ? ഒരാളെ കുറവുള്ളൂ, മോനേ ഉള്ളൂ കുറവ്. അവൻ സ്കൂളിൽ പോയിരിക്കും. മോളും ഉണ്ട്. മൂത്ത ആള് അവള് പഠിക്കുന്നത് ചെന്നൈയിൽ അല്ലേ? ചെന്നൈയിലാണ്. ഇളയാള് പഠിക്കുന്നത് ചെന്നൈയിലാണ്. ബാക്കി ഫുൾ കുറവ് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി ഇവിടുത്തെ മറ്റൊരു പ്രമുഖനായ ആളിനെ കൂടെ പരിചയപ്പെടണമല്ലോ. അത് രാജേഷാണ്. രാജേഷ്, എങ്ങനെയുണ്ട് ജീവിതം? ആണോ? ലോറിയല്ലേ ഏറ്റവും ഇപ്പോഴും മനസ്സിലുള്ള ഏറ്റവും പ്രിയപ്പെട്ട സംഭവം. അത് നന്നായിട്ട് നടക്കുന്നതുകൊണ്ട് ഇവരെല്ലാവരും ഹാപ്പിയാണ്. അപ്പോൾ രാജേഷ് ക്യാമറ കൈകാര്യം ചെയ്യുന്നുണ്ടോ? ക്യാമറ ഇടയ്ക്ക് കൈകാര്യം ചെയ്യുന്നുണ്ട്, എങ്കിലും നമ്മുടെ ക്യാമറമാൻ്റെ അത്ര എത്താൻ പറ്റുന്നില്ല. ഇതൊരു ക്യാമറമാൻ്റെ പേര് വെച്ചെങ്കിൽ മാറ്റി നിർത്തിയിരിക്കട്ടോ. മറ്റു പണിയൊന്നും ചെയ്യിപ്പിക്കുന്നില്ല അല്ലേ? ക്യാമറ പിന്നെ കോയല്ല അല്ലേ? എന്നിട്ട് ഇപ്പം ഈ പറഞ്ഞ ഇന്ത്യ മുഴുവൻ ഓടിച്ചല്ലോ. ഞാനിപ്പോൾ നേരത്തെ ചോദിച്ച ചോദ്യം പോലെ എത്തരത്തിലുള്ള റോഡുകളൊക്കെ ഇഷ്ടം രാജേഷിന്? റോഡുകൾ നല്ല റോഡുകളാണ്, ഹൈവേകൾ തന്നെയാണ്. റോഡുകളാണ് ഇഷ്ടം. പിന്നെ നമ്മൾ എല്ലാം ഇപ്പം പുറത്തോട്ട് പോയ എല്ലാ വഴികളെല്ലാം നല്ല റോഡുകൾ തന്നെ ആയി. അതുകൊണ്ട് തന്നെ നല്ല. പക്ഷേ ടോൾ നമ്മൾ ഇവിടുന്ന് ടോൾ ഇവിടുന്ന് കാശ്മീർ വരെ പോയിട്ട് തിരിച്ച് കേരളത്തിൽ വരണമെങ്കിൽ എത്ര രൂപയുടെ ടോൾ ആകാൻ സാധിക്കും? ടോൾ ഫീ ആകാൻ സാധിക്കും. നമ്മുടെ വണ്ടി പോയിട്ട് പറഞ്ഞാൽ ഒരു 70 രൂപ 60 രൂപ ടോൾ. 60,000 ടോളാവും പോയിട്ട് വരുമ്പോൾ ആണല്ലേ? അപ്പോൾ ഇതിനൊക്കെ ഈ മൾട്ടി ആക്സിലിനൊക്കെ കൂടുതൽ പൈസയാണല്ലോ അല്ലേ? ഇതിനെ ഞാൻ പറഞ്ഞത്. മൾട്ടി ആക്സിലിന് കൂടുതൽ പൈസ കൊടുക്കണമല്ലോ അല്ലേ? അപ്പോൾ നമ്മളൊരു സാധനം കയറ്റാൻ പോയി തിരിച്ചു കൊണ്ടുപോകുമ്പോഴത്തേക്ക് ഈ സാധനത്തിൻ്റെ വിലയിലേക്കല്ലേ ഇതെല്ലാം വരുന്നത് അല്ലേ? ടോൾ ഉൾപ്പെടെ ഉള്ളത്. അപ്പോൾ അത് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ സാധനങ്ങളുടെ വില കൂടുന്നതിൽ വലിയ അത്ഭുതമൊന്നുമില്ല. ഇത്രയും ടോൾ കൊടുത്ത് പോവുക. പക്ഷേ എനിക്ക് തോന്നുന്ന ഇന്ധന ലാഭം തീർച്ചയായിട്ടും ഈ നല്ല ഹൈവേകൾ വരുമ്പോൾ ഉണ്ടാവുമല്ലോ അല്ലേ? അപ്പോൾ നിങ്ങളുടെയൊക്കെ ആഗ്രഹം ഈ പറഞ്ഞ പോലെ ഇനി ഇന്ത്യ വിട്ടൊരു ഡ്രൈവൊക്കെ അല്ലേ? അല്ലേ? ആഗ്രഹം. ഞാൻ നേരത്തെ വെച്ചപ്പോൾ എല്ലാവരും കാശ്മീർ കൊണ്ട് അവസാനിപ്പിച്ചു. ഞാനിപ്പോൾ പറയായിരുന്നു ഇവരോടൊക്കെ, ഇവർക്ക് തീർച്ചയായിട്ടും ഇവിടെ നിന്നൊക്കെ ഓടിച്ച് തായ്ലൻഡ് വഴിയും അങ്ങനെ സിംഗപ്പൂർ, മലേഷ്യ ഒക്കെ ഓടിക്കാവുന്നുള്ളൂ. കാരണം എല്ലാവരും ഡ്രൈവ് ചെയ്യുന്നവരാണ്. അപ്പോൾ ഈ കുഞ്ഞുങ്ങൾ തൊട്ട് വലിയ ആൾക്കാരോട് ഡ്രൈവ് ചെയ്യുന്നതുകൊണ്ട് യാതൊരു ബുദ്ധിമുട്ടും ഇല്ലാതെ സുഖമായിട്ട് പോകാം. അപ്പോൾ അത്തരത്തിലുള്ള ഒരു ഡ്രൈവ് ഞങ്ങളൊക്കെ പ്രതീക്ഷിക്കുന്നുണ്ട്. അങ്ങനെ പോകണമെന്ന് ആഗ്രഹമുണ്ട്. ഈ ലോറിയും കൊണ്ട് പോകുന്ന കാര്യമാണ് പറഞ്ഞേ. തീർച്ചയായിട്ടും ഒരു ഹൈവേ ഇങ്ങനെ വരുന്നുണ്ടെന്നൊക്കെ പറഞ്ഞു കേട്ടു. നമ്മുടെ കാലം കഴിയുന്നതിന് മുമ്പായിട്ട് വരികയാണെങ്കിൽ നമ്മുടെ ആഗ്രഹം. ഇതെല്ലാം വളരെ പ്രായമായിട്ടിരിക്കുന്ന ആൾക്കാരാണല്ലോ നമ്മുടെ കാലം. ഏത് കാലത്ത് വരാനായിട്ടാ ബൈപ്പാസ് സത്യമാണ് ശരിയാണ്. അതങ്ങോട്ടായോണ്ട്. അപ്പം ഈ സ്ത്രീകൾക്ക് പറ്റിയ ഒരു കരിയറാണോ ഇത്? ആണോ? ഞാൻ ഒരു വീഡിയോ കണ്ടു. തമിഴ്നാട്ടിലുള്ളൊരു സ്ത്രീയെ മാത്രമേ കണ്ടിട്ടുള്ളൂ, ഒരു ലേഡി ട്രക്ക് ഡ്രൈവറായിട്ടൊന്നും അല്ലേ? അപ്പോൾ അതെന്തായിരിക്കും ഈ പറഞ്ഞ നമ്മുടെയൊക്കെ മനസ്സിലുള്ള ഈ ലോറി ഡ്രൈവർമാരെ പറ്റി അല്ലെങ്കിൽ ഈ ഒരു ഏരിയയെ പറ്റിയുള്ള ഒരു പേടി കൊണ്ടാണോ സ്ത്രീകൾ വരാത്തത്? അതായിരിക്കും. പിന്നെ എന്ന് ചോദിച്ചാൽ കായികാധ്വാനം കൂടിയ ഒരു ജോലിയാണല്ലോ. അപ്പോൾ അങ്ങനെ ഒരു കൺസെപ്റ്റ് കാണും. അതൊക്കെ കൊണ്ടായിരിക്കും. പിന്നെ പുറത്തേക്ക് കേരളത്തിന് വെളിയിലേക്ക് ആണല്ലോ കൂടുതലും നമ്മൾ പോകുന്നത്. അപ്പം മിക്കവർക്കും പുറത്തേക്ക് പോകാനൊരു ചെറിയ പേടി കാണും. ലേഡീസൊക്കെ സുരക്ഷിതരാണോ എന്നുള്ളൊരു അതൊക്കെ കൊണ്ടായിരിക്കും മാറി നിൽക്കുന്ന ആൾക്കാർ. പക്ഷെ ഇപ്പം മുന്നോട്ട് ഓരോരുത്തർ വരുന്നുണ്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നു നിങ്ങളുടെ വീഡിയോ പലരെയും ഈ പറഞ്ഞ പോലെ ഇതിലേക്ക് ഭയങ്കരമായിട്ട് ആകർഷിക്കുന്നുണ്ട്. അതായത് ഇത്ര രസമുള്ളൊരു പരിപാടിയാണോ ലോറി ഡ്രൈവിങ്ങും ഈ ഒരു മേഖലയിൽ നിന്നൊക്കെ തോന്നിയിട്ട് അങ്ങനെ പലരും ബന്ധപ്പെടുന്നുണ്ടാവുമല്ലോ അല്ലേ? സ്ത്രീകളൊക്കെ വരുന്നുണ്ടോ? പക്ഷേ സ്ത്രീകൾ വരുമ്പോൾ തന്നെ പ്രശ്നം അറിയോ? സ്ത്രീകൾ ഓടിക്കുന്നവരല്ല, ലൈസൻസ് ഒക്കെ എടുത്ത് വെച്ചിട്ട് ഇങ്ങനെ ചോദിക്കാറുണ്ട്. പക്ഷെ അതിൻ്റെ ഒരു പ്രശ്നം ആരുടെ കൂടെ വിടുമെന്നുള്ള 2 ഡ്രൈവർമാർ പോകണമല്ലോ. അപ്പോൾ അവരുടെ ആരെങ്കിലും റിലേറ്റീവ്സോ ഭർത്താവോ അല്ലെങ്കിൽ സഹോദരങ്ങളോ ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ കുഴപ്പമില്ല. പക്ഷേ ആരുടെ കൂടെ വേണേലും പോകാമെന്ന് പറഞ്ഞൊക്കെ ആൾക്കാർ വിളിക്കുന്നുണ്ട്. വണ്ടി ഓടിക്കുന്നവർ കുറവാണ്, ലൈസൻസ് ഒക്കെ എടുത്ത് ഓടിക്കാൻ താല്പര്യമുള്ളത്. പക്ഷെ നമ്മൾ വേറൊരാളുടെ കൂടെ എങ്ങനെയാ ഒരു സ്ത്രീയെ വിട്ടിട്ട് പിന്നെ അതുകൊണ്ട് നമ്മളത് വലിയ ഇത് ചെയ്യുന്നില്ല. അപ്പം ഈ വ്ളോഗ് തുടങ്ങുന്നതിന് മുമ്പ് തന്നെ കുറച്ച് നാളൊക്കെ ഓടിച്ചോളൂ വണ്ടി. അന്നേരം ഞാൻ നമ്മുടെ ഗ്രൂപ്പുണ്ട്, ഗ്രൂപ്പിൽ ഒരു വോയിസ് ഇട്ടു. ഡ്രൈവർമാർക്ക് ആർക്കെങ്കിലും സ്വന്തം ഭാര്യയോ പെങ്ങന്മാരോ അങ്ങനെ റിലേറ്റഡ് ആയിട്ടുള്ള ആരെങ്കിലും വണ്ടിയെ കൊണ്ടുപോകാൻ താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കൂട്ടിക്കൊണ്ട് പോകാന്ന് പറഞ്ഞു. ഒരാളും പ്രതികരിച്ചില്ല, ആർക്കും താല്പര്യമില്ല കൂടെ കൊണ്ടുപോകാൻ. അപ്പം നമ്മൾ വെളിയിൽ നിന്ന് ഒരു സ്ത്രീയെ ഒറ്റയ്ക്ക് അങ്ങനെ വേറെ ഒരു പരിചയമില്ലാത്ത ഒരാളുടെ കൂടെ അങ്ങനെ നമുക്ക് വിടാൻ. അപ്പം ഈ പോകുന്ന ആളുടെ ആരുണ്ടെങ്കിലും കൂട്ടിക്കൊണ്ട് പോകാൻ പറഞ്ഞു. പക്ഷെ ആർക്കും താല്പര്യമില്ല. അപ്പൊ അങ്ങനെ ഒരു അത് കേരളത്തിന്റെ ഈ സമൂഹം എന്ന് പറയുന്നത് പലപ്പോഴും നമ്മൾ ഈ പുരോഗമനം പറച്ചിലല്ലാതെ ഇപ്പം ഇതുമായിട്ട് ബന്ധപ്പെട്ട് എനിക്ക് പെട്ടെന്ന് തോന്നിയ കാര്യം, എൻ്റെ സിസ്റ്റർ കല്യാണം കഴിക്കാൻ ഞങ്ങൾക്ക് ആർക്കും ജാതകത്തിൽ വിശ്വാസമൊന്നുമില്ല. അപ്പോൾ അന്ന് മാതൃഭൂമി പത്രത്തിൽ പരസ്യം കൊടുത്തു, ഇന്ന് ആൾക്ക് പറഞ്ഞ ആവശ്യമുണ്ട്, ജാതകം പ്രശ്നമല്ല. പക്ഷേ ഒരൊറ്റ മറുപടിയിലും എല്ലാവർക്കും ജാതകം പ്രശ്നമാണ്. അതാണ് കേരള സമൂഹത്തിൻ്റെ ഒരു പുരോഗമനം എന്ന് പറയുന്നത്. അത് തന്നെയാണ് നമ്മളിപ്പോൾ ഈ കേട്ടൊരു കാര്യം. പക്ഷേ അതൊക്കെ മാറ്റം വരും തീർച്ചയായിട്ടും. നിങ്ങളെപ്പോലുള്ളവരൊക്കെ ഇങ്ങനെ മുന്നോട്ട് വരുമ്പോൾ തീർച്ചയായിട്ടും മാറ്റം അതിൽ എന്തായാലും ഉണ്ടാവും. പക്ഷേ നിങ്ങൾ 3 സ്ത്രീകൾ മാത്രമായിട്ട് ഓടിച്ചു പോയല്ലോ.
അല്ല 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 വണ്ടി ഉണ്ടായിരുന്നു. ആ ഉണ്ടായിരുന്നു. ആ ഒരുമിച്ചാണ് പോയത്. 3 വണ്ടികളായിട്ട്. 2 സ്ത്രീകൾ മാത്രമായിട്ട് ഓടിച്ചു പോകാൻ പറ്റുന്ന സാഹചര്യം ഉണ്ടോ? അതുകൊണ്ട് അല്ലേ? ഇതൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്ന സ്ത്രീകളൊക്കെ ഒന്ന് ചിന്തിക്കണം കേട്ടോ. കാരണം ഇതൊരു മാറ്റം എന്ന് പറയുന്നത് ഇവരെ തുടങ്ങി വെച്ചിട്ടുണ്ട്. ബാക്കി ഇനി എല്ലാവരും മുന്നോട്ട് വന്നു കഴിഞ്ഞാൽ സ്ത്രീകൾക്ക് മാത്രമുള്ള ലോറി താവളങ്ങൾ ഉൾപ്പെടെയുള്ളതൊക്കെ വന്നേക്കാം. അങ്ങനെയുള്ള പല സാധ്യതകളും. അതെ. അപ്പോൾ ഇനി വേറെ കാര്യം ചോദിക്കട്ടെ രാജേഷ്, നിങ്ങൾ പലതവണ വീഡിയോ ഒക്കെ ചെയ്തിട്ടുണ്ടെങ്കിലും ഒരൊറ്റ ചോദ്യമാണത്, ഈ ലോറി ബിസിനസ് ലാഭകരമാണോ? ഇപ്പം മോശമാണ് അല്ലേ? അപ്പോൾ ഇത്രയധികം അധ്വാനത്തിൻ്റെതായ ഒരു റിസൾട്ട് ഒന്നും ഇല്ല. ആ വളരെ മോശമായി. ഓടിന് ശേഷം ഇങ്ങോട്ട് ഭയങ്കര മോശം. ശരി. അപ്പോൾ ഈ പറഞ്ഞ പോലെ 10-27 ലോറികളൊക്കെ പരിപാലിക്കുക എന്ന് പറയുന്നത് ഒരു ബുദ്ധിമുട്ടാണ്. പിന്നെ ഇത്രയും ഡ്രൈവേഴ്സും അല്ലേ എല്ലാം ഇപ്പം വളരെ മോശമായി. നമ്മുടെ ചെലവുകൾ എല്ലാം കൂടി, അതനുസരിച്ച് വാടക കൂടുന്നില്ല. അതാണ് പ്രശ്നം. അതുകൊണ്ട് ഇപ്പം പറഞ്ഞില്ലേ 60,000-70,000 ടോളാവുന്നു. അത് ചെലവ് ചുമ്മാ നമുക്കിപ്പം കണക്ക് കൂട്ടി എടുക്കാനുള്ളൂ. ഈ കിട്ടുന്ന വാടക ഇതുമായിട്ട് നോക്കുമ്പം വലിയ മെച്ചമൊന്നുമില്ല. ഞങ്ങളിപ്പോ ഇങ്ങനെ കറങ്ങാൻ പോകുന്നോണ്ട് അതിനകത്തൊരു പ്രശ്നം. ഇതൊരു ഇതിപ്പം 2015 വണ്ടിയാ, ലോണെല്ലാം തീർന്നു. അപ്പൊ ഇത് വേറെ ഓടുന്നുമില്ല. ഞങ്ങളിതുകൊണ്ട് നടക്കുന്ന അത്രേ ഉള്ളൂ. നിങ്ങളുടെ എല്ലാ വണ്ടികളും ഇതുപോലെ തിളങ്ങിയാണ് എപ്പോഴും കിടക്കുന്നത് ആണോ? ഇത് 2015 വണ്ടിയാ തോന്നുകയല്ല. എന്റെയൊക്കെ വണ്ടി കഴിഞ്ഞ 2 മാസം മുമ്പ് എടുത്ത് കണ്ടു കഴിഞ്ഞാൽ 25 വർഷമായെന്ന് തോന്നുന്നു. എപ്പോഴും കഴുകി വൃത്തിയായിട്ടാണ് സൂക്ഷിക്കുന്നത് ആണല്ലേ? 9.5 ലക്ഷം കിലോമീറ്ററായി. 9.5 ലക്ഷം? എന്റെ അമ്മ, അതിൽ എത്ര ലക്ഷം കിലോമീറ്റർ ജലജ ഓടിച്ചിട്ടുണ്ട്? 8 ലക്ഷം ആയപ്പം 1.5 ലക്ഷം ആയുള്ളൂ ഞങ്ങൾ. ആണല്ലേ? 1.5 ലക്ഷം കോടി. എന്നാലും 1.5 ലക്ഷം കിലോമീറ്റർ മോശം കാര്യമല്ലോ അല്ലേ? അതുപോലെ ഈ കേരളം എന്ന് പറയുന്ന ഒരു ഇൻഡസ്ട്രീസ് ഒന്നും ഇല്ലാത്ത ഒരു സ്ഥലമാണ്. പ്രത്യേകിച്ച് ഉൽപ്പാദനമൊന്നുമില്ല. എന്താണ് ഇവിടുന്ന് ഈ വെളിയിലേക്ക് കൊണ്ടുപോകുന്ന സാധനങ്ങളൊക്കെ? ഇവിടുന്ന് കൂടുതലായിട്ടും പോകുന്ന ഒന്ന് പെരുമ്പാവൂരിന്ന് പ്ലൈവുഡ്, പിന്നെ റബ്ബറിന്റെ ഉൽപ്പന്നങ്ങളും, പിന്നെ പൈനാപ്പിൾ. പൈനാപ്പിൾ അത്ര അധികം പോകുന്നുണ്ട്? പൈനാപ്പിൾ പോകുന്നുണ്ട്. അത് ചെറുവണ്ടിക്കേ പോകുന്നുള്ളൂ. വാഴക്കുളത്തൊക്കെ അല്ലേ? പൈനാപ്പിൾ നല്ലപോലെ പോകുന്നുണ്ട്. പിന്നെ പ്ലൈവുഡ് പിന്നെ ഏറ്റവും കൂടുതലുള്ളത്. പിന്നെ റബ്ബറും, പിന്നെ വേറെ കുറച്ച് സാധനങ്ങൾ അല്ലാതൊക്കെ ഉണ്ട്. അങ്ങനെ പല പല ഐറ്റംസ് ഉണ്ട്. റബ്ബർ പാല് പോകുന്നുണ്ട്. പിന്നെ റബ്ബറിന്റെ ഉൽപ്പന്നങ്ങൾ, മാറ്റ്, അങ്ങനെയുള്ള ഡോർമാറ്റൊക്കെ ഇല്ല, അങ്ങനെ കുറെ സാധനങ്ങൾ പോകുന്നുണ്ട്. അവിടെ നിന്ന് ഇങ്ങോട്ട് വരുന്ന എന്തൊക്കെ? ഇഷ്ടം പക്ഷെ പൊതുവെ ഇപ്പൊ കേരളത്തിലേക്ക് ലോഡ് കുറവാട്ടോ. എല്ലാം ഭയങ്കര മടുപ്പല്ല. ബാക്കിയുള്ള സംസ്ഥാനങ്ങളിലേക്ക് പോകുന്ന അത്രയും ലോഡ് കേരളത്തിലേക്ക് ഇപ്പം വരുന്നില്ല. പഴയ സീസണൊക്കെ ആകുമ്പോഴാണേലും ഇപ്പൊ ലോഡ് കുറവാണ്. ഓണം, ക്രിസ്മസ് ആ സമയത്തൊക്കെ നല്ല ഇപ്പൊ അതൊക്കെ കുറവാണ്. അതുപോലെ ഇപ്പോൾ നമ്മളിപ്പോൾ ലോറി ഓടിച്ച് അല്ലെങ്കിൽ മറ്റേത് വാഹനം ഓടിച്ച് ഇന്ത്യ മുഴുവൻ പോകുമ്പോഴും ഏറ്റവും വലിയ ശല്യം ഉണ്ടാകാവുന്നത് നമ്മുടെ ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്നാണല്ലോ. അത് MVD ആയാലും അതുപോലെ പോലീസും. അങ്ങനത്തുള്ള ശല്യങ്ങൾ ഏറ്റവും കൂടുതൽ തോന്നിയിരിക്കുന്നത് ഏത് സംസ്ഥാനത്തായിരിക്കും? ഇപ്പം പറഞ്ഞാലേ മധ്യപ്രദേശിലുണ്ടായിരുന്നു. മധ്യപ്രദേശിലായിരുന്നു. അത് ബോർഡർ ചെക്ക് പോസ്റ്റ്. ബാക്കിയുള്ളിടത്തൊന്നും വഴിയിൽ അങ്ങനെ വലിയ പ്രശ്നം. മധ്യപ്രദേശിലെ ബോർഡർ ചെക്ക് പോസ്റ്റ് ആയിരുന്നു ഏറ്റവും പ്രശ്നം. പക്ഷെ അത് ഈ കഴിഞ്ഞ ഇടയ്ക്ക് ഒരു 2-3 മാസം മുന്നേ ക്ലോസ് ചെയ്തത്. അതുകൊണ്ട് പിന്നെ രക്ഷപ്പെട്ടു. പിന്നെ ഏറ്റവും കൂടുതൽ പോലീസുകാരുടെ ബുദ്ധിമുട്ടൊക്കെ ഉണ്ടായിരുന്ന പണ്ട് മഹാരാഷ്ട്രയിലായിരുന്നു. അപ്പോൾ അതത്ര പ്രശ്നമില്ല. അതേപോലെ തന്നെ കാശ്മീരും ഉണ്ടായിരുന്നു. കാശ്മീരിലും ഭയങ്കര പോലീസിലും ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പം പ്രശ്നമില്ല. മറ്റേ ആ പ്രശ്നമൊക്കെ ഉണ്ടായി, ഗവർണർ ഭരണമൊക്കെ ആക്കിയില്ല, അന്ന് തൊട്ട് പിന്നെ പോലീസിന്റെ പ്രശ്നം അത്ര ഇല്ല. അവിടെ ആയിരുന്നു ഏറ്റവും എന്ന് പറഞ്ഞാൽ ജമ്മുവിൽ നിന്ന് ശ്രീനഗർ വരെ ഒരു 275 കിലോമീറ്റർ വണ്ടി ചെല്ലുമ്പം നമ്മളിതുപോലെ കാലി വണ്ടി പോയാലും ഒരു 5,000 രൂപ തൊട്ട് 10,000 രൂപ വരെ പോലീസുകാർ മേടിക്കും. ഇവിടുന്ന് ഒരു 10, 300, 400 രൂപ ഒരാൾക്ക് കൊടുത്തിട്ട് അങ്ങോട്ട് മാറുമ്പം 1 കിലോമീറ്റർ മാറുമ്പോൾ അപ്പുറം വീണ്ടും അടുത്ത ആൾക്കാർ നിൽക്കും. അങ്ങനെ കൊടുത്തേ പോകാൻ പറ്റുള്ളായിരുന്നു എല്ലായിടത്തും. അപ്പം അതുമായിട്ട് അങ്ങനെയുള്ളതൊന്നുമില്ല. പിന്നെ ഞങ്ങൾ പോകുമ്പം ഒരു ലേഡി ഡ്രൈവർ എന്നുള്ള നിലയ്ക്ക് ആരും പൈസ മേടിക്കാറില്ല. അത് പിന്നെ സൈഡിൽ പുത്തായിട്ട് ട്രാവൽ ബ്ലോഗ് എഴുതിക്കുന്നുണ്ട്. ക്യാമറയൊക്കെ എവിടെ ഇരിക്കുന്നതെന്ന് അറിയാൻ പറ്റില്ല. പോലീസൊക്കെ പേടിയാണല്ലോ. ലേഡി എന്ന് പറയുമ്പോൾ ഭയങ്കര ഒരു സപ്പോർട്ടാണ്. പിന്നെ ചായയൊക്കെ ചെക്ക് പോസ്റ്റ് ചെല്ലുമ്പോൾ ചായ മേടിച്ചു കൊടുക്കുക, അത് അത്ര സ്വീകരണം. പല ചെക്ക് പോസ്റ്റ് കിട്ടിയിട്ടുണ്ട്. എനിക്ക് രാജസ്ഥാന്, മഹാരാഷ്ട്ര, കാശ്മീർ എല്ലായിടത്തും. ഹിന്ദിയൊക്കെ പഠിച്ചു നന്നായിട്ട്? ഹിന്ദി എനിക്ക് കേട്ടാൻ മനസ്സിലാവും, കുറച്ച് മാലും അല്ലേ? ശരി. അപ്പൊ ഇവരൊക്കെ ഈ സാധാരണ ഇങ്ങനെയുള്ളവരൊക്കെ ഞാൻ ഈ ചോദിക്കുന്ന പോലെ കുറെ ചോദ്യങ്ങൾ ചോദിക്കാൻ അവരുടെ മനസ്സിലെങ്കിലും ഉണ്ടാവുമല്ലോ അല്ലേ? ഇതെങ്ങനെയാണ് ഇതിലേക്ക് വന്നതെന്നും അതുപോലെ ഇത് സ്ഥിരമായിട്ട് ഓടി അങ്ങനെയൊക്കെ ചോദിക്കാറുണ്ടോ? ചോദിക്കാറുണ്ട് അല്ലേ? ഇവരൊക്കെ നമ്മൾ സബ്സ്ക്രൈബ് ചെയ്യാറുണ്ടോ? ഇല്ല, അങ്ങനെയൊന്നുമില്ല. ചോദിക്കും, ചിലപ്പോൾ ചോദിച്ചിട്ട് ഇപ്പോൾ യൂട്യൂബ് ചാനലുണ്ടോ ചോദിക്കും. വണ്ടിയുടെ സൈഡിൽ എഴുതിയേക്കുന്നതോട് ചോദിച്ചു അവർ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാറുണ്ട്. അത് ശരി. അങ്ങനെ ഇന്ത്യ മുഴുവൻ ആരാധകരുണ്ട്, എല്ലാ സംസ്ഥാനങ്ങളിലും തന്നെ പറയാം. അപ്പോൾ എത്ര ഫ്രീക്വൻ്റ് ആയിട്ടാണ് ഈ യാത്ര ചെയ്യാറുള്ളത്? എല്ലാ മാസവും പോകുമോ അതോ 2-3 മാസം കൂടുമ്പോഴേ? അപ്പോൾ ഇവരുടെ കാര്യങ്ങൾ ഇത്ര ആൾക്കാരുള്ളതുകൊണ്ട് പ്രശ്നമില്ല, നടന്നു പോകും അല്ലേ? അല്ലേ? അമ്മയുണ്ട്, സൂര്യയുണ്ട്, പ്രശ്നമൊന്നുമില്ല പോകും. അത് ഭാര്യയെ കൊണ്ട് ജോലി ചെയ്ത് ജീവിക്കുന്ന ആളെന്ന് കഴിഞ്ഞ ദിവസം ഒരാൾ വിളിച്ച് വഴക്ക് പറഞ്ഞത്. എവിടുന്നാ ഫോൺ വന്നത്? പെരുമ്പാവൂരുന്ന്. എന്താണെന്ന് പറയാമോ സംഭവം? ഒരാളിങ്ങനെ വിളിച്ചേ, എന്നോട് ചോദിച്ചു രതീഷാണോന്ന് ചോദിച്ചു. അതെന്ന് പറഞ്ഞു. അപ്പം
എന്നോട് പറഞ്ഞു ഞാൻ ഇന്നടത്തുനിന്ന് വിളിക്കുന്നത് ഇന്ന ആളാന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ ആൾ പറഞ്ഞു നിങ്ങൾക്ക് വണ്ടി ഓടിക്കാൻ അറിയത്തില്ലെന്ന്. അന്ന് ഞാൻ അധികം വീഡിയോ വരാറില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു അറിയാം ചേട്ടാ. എന്നിട്ടാണോ നിങ്ങൾ ആ പാവത്തിനെ കൊണ്ട് ഈ വണ്ടി ഓടിക്കണം എന്നിട്ട് കൊണ്ടു നിർത്തി നിങ്ങൾക്ക് ഫുഡും ഉണ്ടാക്കി തരണം? ആ ചെറിയ പാവം കേട്ടോ, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതിനെങ്ങനെയായിട്ട് കഷ്ടപ്പെടുന്നത്? നിങ്ങൾക്ക് ഫുഡ് ഉണ്ടാക്കിയല്ലേ ന്യായമല്ലേ? അങ്ങനെയൊക്കെ പറഞ്ഞു. ചേട്ടാ ഇനി ആയിക്കോട്ടെ. അതുപോലുള്ള രസകരമായ ഫോണുകളൊക്കെ വരാറില്ലേ? അതുപോലെ നേരത്തെ വളരെ പ്രചോദനമായിട്ടുള്ളൊരു സംഭവം പറഞ്ഞു. അതായത് വീട്ടിൽ വാഗണാർ മാത്രം ഓടിച്ചിരുന്ന ഒരാൾ ഓസ്ട്രേലിയയിൽ പോയിട്ട് അല്ലേ? അയർലൻഡില്ല, അതിന് മുമ്പ് എനിക്ക് തോന്നുന്നു ഇറ്റലിയാണോ എന്തോ ഒരു വേറെ രാജ്യത്താണ്. അല്ല ഇപ്പൊ അയർലൻഡില്ല. അപ്പം വൈഫ് അവിടെ നേഴ്സായിട്ട് പുള്ളി അങ്ങോട്ട് പോയതാ. എന്നിട്ട് പുള്ളി അല്ലാതെ വേറെ പണിയൊക്കെ ചെയ്ത് അങ്ങനെ ഇരിക്കുകയായിരുന്നു. അന്നേരം നമ്മുടെ വീഡിയോ കാണുന്നത്. അപ്പൊ ഈ വൈക്കംകാരനാണ്. വീഡിയോ കണ്ടു കഴിഞ്ഞപ്പം ഇപ്പൊ ജലജ ചേച്ചിക്ക് ഇത്രയും ലോറി ഓടിക്കാൻ പറ്റുമെങ്കിൽ എനിക്കൊന്ന് ശ്രമിച്ചു നോക്കിയാൽ എന്നാണ് പുള്ളിക്ക് തോന്നി. അങ്ങനെ പുള്ളി അവിടെ കെവി ലൈസൻസിന് അപ്ലൈ ചെയ്തു. അവിടെ അത് കിട്ടി. ടെസ്റ്റ് പാസ്സായി. കുറെ അങ്ങോട്ട് പഠിക്കാനൊക്കെ ഉണ്ട്. പാസ്സായി. ഇപ്പോൾ ഒരു 10 ദിവസത്തെ ട്രെയിനിങ്ങും കിട്ടി. എന്നിട്ട് അവിടുത്തെ ഗവൺമെന്റ് ബസ്സിൽ അയർലൻഡിൽ ഇപ്പം ബസ് ഓടിക്കുക. മറ്റേ ഡബിൾ ഡെക്കർ 36 അടി നീളമുള്ള അത്രയും. അപ്പം പുള്ളി എന്നിട്ട് ഇപ്പൊ കാണാൻ വേണ്ടി അപ്പൊ ബസ്സിന്റെ ഫോട്ടോ കാണിച്ചു. ഞാൻ വീഡിയോ എടുക്കാന്ന് പറഞ്ഞു. അന്നേരം അത് പുള്ളിക്ക് വലിയ താല്പര്യം ഇല്ലാത്തതുകൊണ്ട് പിന്നെ എടുത്തില്ല. അപ്പൊ അതൊരു ഭയങ്കര പുള്ളി പറയാ നിങ്ങളുടെ ഈ വീഡിയോ ഉണ്ട്. അപ്പം നേരത്തെ 5 ദിവസം വൈഫ് ജോലിക്ക് പോകും, 2 ദിവസം പുള്ളി ജോലിക്ക് പോയിരുന്നു. അപ്പോൾ അത് നേരെ തിരിച്ച് 5 ദിവസം പുള്ളി ജോലിക്ക് പോകും, വൈഫ് 2 ദിവസം പോകുന്നുള്ളൂ. കൊച്ചിനെ നോക്കി വീട്ടിലിരിക്കുക. നല്ല സാലറി ഉണ്ട് ബസ്സല്ലേ. ഇതൊക്കെ കേട്ടിട്ട് പോലും രതീഷ് ഫുൾ ജോലി എടുപ്പിക്കുന്നത് ജലജ കൊണ്ട്. 7 ദിവസം ജലജയ്ക്ക് ജോലി, രതീഷ് ഒരു ജോലി അല്ലേ? അല്ല, ക്യാമറ പിടിക്കാൻ അത് നല്ലൊരു ജോലിയാ എന്ന് പറഞ്ഞ് പഠിപ്പിച്ചു വെച്ചിരിക്കല്ലേ? ഞാൻ അല്ല, എനിക്ക് ശരിക്കും പറഞ്ഞാലേ വണ്ടി ചുമ്മാ ഇരിക്കുന്ന ഇഷ്ടമില്ല, വണ്ടി ഓടിക്കുന്ന എനിക്ക് ഇഷ്ടം. ഇപ്പൊ ഈ വ്ലോഗ് തുടങ്ങിയപ്പോണ്ടല്ലോ എനിക്ക് വണ്ടി ഓടിക്കാൻ പറ്റുന്നില്ല. കൂടുതൽ ഇവരെ ഓടിക്കുന്നത്. പിന്നെ എന്നോട് വീഡിയോ എടുക്കാൻ ഇടയ്ക്ക് പറയും. ഞാൻ ഇടയ്ക്കൊക്കെ എടുക്കാറുണ്ട്. വെച്ചാൽ ഞാൻ എടുത്താലും ചേട്ടാ എടുക്കുന്ന അത്ര ഒരു പെർഫെക്ഷൻ വരുന്നില്ലെങ്കിലോ എന്ന് എനിക്കും ഒരിത്. അപ്പൊ ഇനി വീഡിയോ കാണുന്നവർ പറയല്ലേ ഇത് ക്യാമറാമാൻ എടുക്കുന്ന അത്ര ഭംഗിയായിരുന്നു പറയല്ലേ, പറയിപ്പിക്കുമെങ്കിലും ചെയ്യും. അതുകൊണ്ട് പിന്നെ ഞാൻ ആ പരിപാടിക്ക് നിൽക്കില്ല. എന്ത് എക്യുപ്മെന്റ് ഉപയോഗിക്കുന്നത്? എന്ത് വെച്ചിട്ട് നമ്മൾ ഷൂട്ട് ചെയ്യുന്നത്? ഐഫോൺ തന്നെയാ? iPhone 15 ചുമ്മാ ഈ കയ്യില് ശരി. അല്ല വേറെ ഒന്നുമില്ല. അപ്പൊ ഇടയ്ക്ക് ചാർജ് പോകുമ്പോൾ വണ്ടി തന്നെ ചാർജ് ചെയ്തും ഒക്കെ അങ്ങനെ ഉപയോഗിക്കും അല്ലേ? അപ്പോൾ കൂടുതൽ ഇതിൻ്റെ അകത്ത് വലിയ ക്യാമറയൊക്കെ വെച്ച് ഷൂട്ട് ചെയ്യാൻ അങ്ങനെ എന്തെങ്കിലും പരിപാടി ഉണ്ടോ? അതോ ഇത് തന്നെ തുടരാമെന്ന്? വണ്ടി ഓടിക്കാൻ മാത്രമേ അറിയുള്ളൂ അല്ലേ? ആണല്ലേ? അപ്പോൾ ഈ സത്യം പറഞ്ഞാൽ ഇത്രയും വലിയ പ്രതീക്ഷയോടൊന്നും ആയിരിക്കില്ല വ്ളോഗ് തുടങ്ങിയത് അല്ലേ? ഇപ്പം കിട്ടുന്ന ഒരു പ്രതികരണങ്ങൾ തീർച്ചയായിട്ടും ഭയങ്കര സന്തോഷം ഉണ്ടാക്കുന്ന ഒരു കാര്യമല്ലേ? പ്രത്യേകിച്ച് ഈ പറഞ്ഞ പോലെ അവർ ഒരു തരത്തിലുള്ള ഗിമ്മിക്സും ഇല്ലാതെ ജീവിതം എന്താണോ അതേപടി കാണിക്കുന്ന ഒരു പരിപാടി തന്നെ. അത് വലിയ പ്രചോദനമാകുന്നു. നമ്മളിപ്പോൾ പറഞ്ഞ പോലെ ഇപ്പോൾ ഈ അയർലൻഡിലെ ആളുടെ കാര്യം അദ്ദേഹം പറഞ്ഞുകൊണ്ട് മനസ്സിലായി. അല്ലാതെ എത്രയോ പേര് ഇവരുടെ ഒരു ജീവിതം കണ്ടിട്ട് അതിന് പ്രചോദനമായിട്ട് അങ്ങനെ സ്ത്രീകളൊക്കെ വാഹനം ഓടിക്കാൻ തുടങ്ങുകയും ഒക്കെ ചെയ്തിട്ടുണ്ടാവും. അതൊക്കെ ഒരു വലിയൊരു സംഭവം തന്നെയാണ്. തന്നെയല്ല ഒരുപാട് പേര് വിളിച്ചിട്ടുണ്ട് അല്ലേ വണ്ടി ഓടിക്കാൻ. ലൈസൻസ് എടുത്തിട്ട് 10-20 വർഷമായിട്ട് ഓടിക്കാതിരുന്നവരൊക്കെ 2-3 ലേഡീസ് എന്നെ വിളിച്ച് പറഞ്ഞിട്ടുണ്ട്. പ്രായമായൊരു റിട്ടയർഡ് ടീച്ചർ എന്നെ വിളിച്ചായിരുന്നു. ടീച്ചർ പറഞ്ഞു ഞാനിപ്പോൾ വണ്ടി ഓടിക്കാൻ തുടങ്ങിയെന്ന് പറഞ്ഞു. പിന്നെ വേറെ ചേച്ചി, അങ്ങനെ കുറേ പേരങ്ങനെ. നമ്മുടെ ഒരു വീഡിയോ കാണുന്ന ഒരാൾ, പുള്ളി RCCയിൽ ക്യാൻസർ പേഷ്യൻ്റാണ്. അപ്പോൾ ഇടയ്ക്കൊരു കുറച്ച് നാൾ മുമ്പ് ഒരു കമൻറ്റ് ഇട്ടായിരുന്നു, ഞാൻ 4th സ്റ്റേജിലാണ്, ഇനി പ്രതീക്ഷയൊന്നും വേണ്ടാന്ന് ഡോക്ടർ പറഞ്ഞു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഞാൻ നിങ്ങളുടെ വീഡിയോ എല്ലാം കാണും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വീഡിയോ കാണുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇട്ടായിരുന്നു ഒരു കമൻറ്റ്. അപ്പം ഞങ്ങൾ അതിന് കവന് റിപ്ലൈ കൊടുത്തു, നമ്പരോ വല്ലതും അയക്കുകയാണ് ഞങ്ങൾ വിളിക്കാമെന്ന് പറഞ്ഞു. പക്ഷേ ഇതുവരെ അതിന് റിപ്ലൈ ഒന്നും കിട്ടിയില്ല. അപ്പോൾ കഴിഞ്ഞ ദിവസം വീണ്ടും ഒരു വീഡിയോയ്ക്ക് കമൻറ്റ് ഇട്ടു, 4th സ്റ്റേജിലായിരുന്നു, ഞാനിപ്പോൾ 1st സ്റ്റേജിലായി. അപ്പോൾ അതിൻ്റെ കാരണം ജലജ ചേച്ചീൻ്റെ രതീഷേട്ടനാണ്, നിങ്ങളുടെ വീഡിയോ കാണുന്നത് ആണ്. അപ്പോൾ വീഡിയോ കാണുന്നതിലൂടെ എനിക്ക് മനസ്സിന് ഒരുപാട് സന്തോഷമുണ്ട്. അപ്പോൾ ഡോക്ടർ ചോദിച്ചു ഇതിനാരാ കാരണം എന്തായിരുന്നു ചോദിച്ചപ്പം, അപ്പോൾ ഡോക്ടർ എപ്പോഴും പറയുന്നത് മനസ്സ് സന്തോഷമായിട്ടിരിക്കാൻ പറയുന്നു. അപ്പം അതിന് കാരണം നിങ്ങളാണെന്ന് പറഞ്ഞൊരു കമൻറ്റ് ഇട്ടായിരുന്നു. സന്തോഷമുള്ള കാര്യമാണല്ലോ. ഒത്തിരി കേട്ടപ്പോൾ തന്നെ എനിക്ക് ഒരുപാട് സന്തോഷമായി. സുരേഷ് എന്നാണ് അതിനകത്ത് വരുന്ന പേര്. ഞങ്ങൾ അതിന് ഇത് കമൻറ്റിന് റിപ്ലൈ കൊടുത്തിട്ടുണ്ട്, നമ്പരോ എല്ലാം അയക്കാറുണ്ട്. പക്ഷേ ഇതുവരെ റിപ്ലൈ കിട്ടിയിട്ടില്ല. അതുപോലെ ഇവിടെ ആരെങ്കിലും ഒക്കെ അന്വേഷിച്ച് വരാറുണ്ടോ? വീട് അന്വേഷിച്ചൊക്കെ ആണല്ലേ? എന്താ കൊടുക്കുന്നത് അറിഞ്ഞാൽ അന്നേരം ഒരുപാട് പേര് വരാറുണ്ട്. വരുന്നവർക്ക് എന്താ കൊടുക്കുന്നത്? വരുന്നവർക്ക് കുടിക്കാൻ കൊടുക്കും. പ്രതീക്ഷിക്കാതായിരിക്കും എല്ലാവരും വരുന്നത്. ഇതിന് സഞ്ചരിക്കാൻ വേണ്ടി താല്പര്യം എടുത്ത ആൾക്കാർ വരാറില്ലേ?
അതും വരാറുണ്ട്. അതും വരാറുണ്ട്. അതിന് വണ്ടി ചിലപ്പം ചോദിക്കാനൊരു മടിയുള്ളതുകൊണ്ട് പലരും പിന്നെ വരുന്ന ചിലരൊക്കെ എല്ലാവരും വണ്ടിയെ വന്ന് കയറി ഫോട്ടോ ഒക്കെ എടുത്ത് ആണല്ലേ? പോകാറുണ്ട്. ആ ശരി ശരി. ഒരു മ്യൂസിയം പീസായിട്ട് മാറും ഈ വണ്ടി കുറച്ചല്ലേ? പുത്തേട്ട് ട്രാവൽ മ്യൂസിയം എന്നൊരു സാധനം കേട്ടോ, എൻ്റെ ഒരു സജഷൻ ഉള്ള സാധ്യതയുണ്ട് ഇനി. പിന്നെ വേറൊരു കാര്യം, ഇവരുടെ ജീവിതത്തിലൊരു ഒത്തൊരുമയാണ്. ഒത്തൊരുമ അല്ലേ? ഒത്തൊരുമയല്ല, ഒത്തൊരുമ എന്ന് പറയുന്നത്. ഇനി ക്യാമറ ഓഫ് ചെയ്യുമ്പോൾ വഴക്കൊക്കെ ഉണ്ടാക്കും നിങ്ങൾ തമ്മിൽ? ഇല്ലല്ലേ? സത്യമാണല്ലോ അത് അല്ലേ? പിന്നെ ഇടയ്ക്കൊക്കെ അയൽപക്കത്തൊക്കെ ചോദിച്ചാൽ മറ്റേ അതല്ല. അല്ലേ? ആ അതാണ് വഴക്കിൻ്റെ ഏറ്റവും വലിയ കാരണം. അല്ല പിന്നെ ഒരു കാര്യമുണ്ട്, മനസ്സിൽ വെച്ചോണ്ടിരിക്കും. ആ ഇല്ലല്ല, ആ അതും അത്. അവിടെ കൊണ്ട് തീരും. എന്നാലും വളരെ സന്തോഷമുണ്ട് നിങ്ങളുടെ കൂടെ ഇത്ര നേരം ചിലവിട്ടതിന്. കാരണം എനിക്ക് വലിയ സന്തോഷമുണ്ട്. എനിക്ക് ഇങ്ങോട്ട് വരാൻ തന്നെ ഞാൻ വളരെ ശ്യാമിനെ അറിയാതെ ഞാൻ 2-3 ദിവസമായിട്ട് എക്സൈറ്റഡ് ആയിരുന്നു ഇവരോട് സംസാരിക്കാനൊക്കെ ആയിട്ട്. കാരണം എനിക്കും ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കാര്യം, ലോറി ഓടിക്കൽ അല്ലെങ്കിൽ പോലും ഡ്രൈവിങ്ങും യാത്രകളും എപ്പോഴും എനിക്കും ഭയങ്കര ഇഷ്ടമുള്ള കാര്യമായതുകൊണ്ട് വലിയ സന്തോഷമുണ്ട് എല്ലാവരോടും. അമ്മേ, അപ്പോൾ ഇനി അത് സംസ്ഥാനം കാണാൻ താല്പര്യം? കാശ്മീർ അങ്ങനെയൊന്നുമില്ല, നമ്മുടെ സാഹചര്യവും സൗകര്യമൊക്കെ പോലെ കയറ്റിക്കൊണ്ട് ഇപ്പോൾ എങ്ങോട്ട് പോയാലും പോകും അല്ലേ? അപ്പം ഇനി സ്കൂൾ അടയ്ക്കുമ്പോൾ വലിയ യാത്രകൾ പ്ലാൻ ചെയ്യുന്നുണ്ടാവുമല്ലോ? കാശ്മീർ ഒരു വണ്ടി ആൾക്കാർ ഇതാണോ ലോഡ്, മെയിൻ ലോഡ്? സ്കൂൾ അടയ്ക്കുമ്പോൾ കാശ്മീർ എല്ലാവരും തയ്യാറായിട്ടിരിക്കും. ആണല്ലേ? അപ്പോൾ എന്നാൽ താങ്ക് യു. അപ്പോൾ എല്ലാവരും എറണാകുളത്ത് വരുമ്പോൾ നമ്മുടെ വീട്ടിലൊക്കെ വരിക കേട്ടോ. നമുക്ക് എല്ലാവരും ഗംഭീരമായിട്ടൊരു വീഡിയോ കൂടെയൊക്കെ നമുക്ക് ചെയ്യണം. അപ്പോൾ കാശ്മീർ യാത്രയ്ക്കായിട്ട് വരട്ടെ. അപ്പം താങ്ക് യു. ബൈ. ബൈ.